وعليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. ഇന്ന് മലമൂത്ര വിസർജനത്തിന്റെ ആദാബുകൾ, അത് ശുചീകരണത്തിന്റെ വിധികൾ തുടങ്ങിയ ചെറിയൊരു വിഷയമാണ് ഇന്ന് ഓതാനുള്ളത്. മൂന്നാമത്തെ ഷർത്തിലേക്ക് ഇന്ന് കടക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അത് ഓതിയതിന് ശേഷം ഇൻഷാ അല്ലാഹ് നേരത്തെ നടന്ന ചർച്ച രണ്ടാമത് ക്ലാസ്സിൽ കേൾപ്പിക്കും. അതിനെ സംബന്ധിച്ച് തുടർച്ചയായ ചർച്ച ഇന്നത്തെ ആദർശ സംവാദ സമയത്തും അത് പൂർണ്ണമായും ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടും. എല്ലാവരും വരണം എന്ന് ഉണർത്തി ഞാൻ ഫത്ഹുൽ മുഈനിലേക്ക് കടക്കുകയാണ്. അത് സാധാരണ പോലെ ടെസ്റ്റ് അടിക്കുന്ന ഉസ്താദന്മാരാരെങ്കിലും ടെസ്റ്റ് അടിക്കുക, കീശീരി വേണമെങ്കിൽ ക്യാമ്പുണ്ടാവും. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യജിബുൽ ഇസ്തിൻജാഉ തതിമ്മത്തുൻ എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങുന്നത്. സാധാരണ ഒരു ബാബ് അതല്ലെങ്കിൽ ഒരു ഫസ്ല് ഒക്കെ ഇട്ട് പറയേണ്ട ഒരു വലിയ വിഷയമാണ്. ചുരുക്കി നജസ് ശുദ്ധിയാക്കുന്ന ബാബുമായി ബന്ധമുള്ളതുകൊണ്ട് ആ ബാബിന്റെ അനുബന്ധ വിഷയമായിട്ട് ചുരുക്കി പറയാം. യജിബുൽ ഇസ്തിൻജാഉ, ശൗചം ചെയ്യൽ, ശുചീകരണം നടത്തൽ നിർബന്ധമാണ്. മിൻ കുല്ലി ഖാരിജിൻ, മുൻദ്വാരത്തിൽ നിന്നോ പിൻദ്വാരത്തിൽ നിന്നോ പുറപ്പെടുന്ന എല്ലാ വസ്തുക്കളെ തൊട്ടും. ഖാരിജ് എന്ന് പറഞ്ഞാല് മൊത്തം വെക്കണ്ട, ഐ മിനൽ ഫർജി എന്ന് അതിനെ ആശയക്കാരൻ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്. ഗുഹ്യസ്ഥാനത്തിൽ നിന്നും പുറപ്പെടുന്ന എല്ലാ വസ്തുക്കളും അത് ഏതായാലും വലോ നാദിറൻ, സാധാരണ പുറപ്പെടുന്നതാവട്ടെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രം പുറപ്പെടുന്നതാവട്ടെ, ഏത് പുറപ്പെട്ടാലും അത് ശുചീകരണം നടത്തൽ നിർബന്ധമാണ്. പക്ഷേ അതിൽ നിന്ന് ഒന്ന് ഒഴിവാക്കണം. പണ്ട് നമ്മൾ പഠിച്ചതാണ് മനി. കാരണം മനി ത്വാഹിറാണ്. അതുകൊണ്ട് തന്നെ മനി പുറപ്പെട്ടാൽ കഴുകൽ നിർബന്ധമില്ല. ബാക്കി സാധാരണഗതിയിൽ മുൻദ്വാരമാവട്ടെ പിൻദ്വാരമാവട്ടെ ഗുഹ്യസ്ഥാനത്തിൽ നിന്ന് പുറപ്പെടുന്നത് നജസായിരിക്കും. അങ്ങനെ നജസ് പുറപ്പെട്ടാൽ കഴുകൽ നിർബന്ധമാണ് താനും. എന്നാൽ അതിൽ നിന്നിട്ട് അപൂർവമായ ഒറ്റൊരു വസ്തു ത്വാഹിറായി പുറപ്പെടുന്നത് മനിയാണ്. അത് പുറപ്പെട്ടാൽ കഴുകൽ നിർബന്ധമില്ല. പക്ഷെ കുളി നിർബന്ധമാവുക വേറെ വിഷയമാണ്. അതല്ല നമ്മളെ വിഷയം. നജസ് കഴുകുക എന്ന നിലക്കുള്ള കഴുകൽ മനി ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ ബാധകമാണ്. എങ്ങനെ പുറപ്പെടുന്ന വസ്തു, എങ്ങനെയുള്ള വസ്തുവാണ്? മുലവ്വസിൻ, പൊരളുന്ന. അപ്പോ പശർമ്മയുള്ള വസ്തുവാണെങ്കിലേ വുജൂബുള്ളൂ എന്നർത്ഥം. അപ്പൊ തീരെ പശർമ്മയില്ലാത്ത പുതിയ ഒരു ഉണങ്ങിയ ഒരു കല്ല് പോലത്തെ സാധനം പുറപ്പെട്ടു എന്നാൽ അവിടെ കഴുകൽ വുജൂബില്ല, സുന്നത്തേ ഉള്ളൂ. കേട്ടോ, കദൂദിൻ ഔബായിരിൻ ഒക്കെ പറയും, അവിടെ സുന്നത്തേ ഉള്ളൂ. എന്നാ കീവായു പുറപ്പെട്ടാലോ? കീവായു പുറപ്പെട്ടാൽ കഴുകൽ സുന്നത്തുമില്ല, കഴുകൽ വുജൂബ് ഏതായാലും ഇല്ല, സുന്നത്തുമില്ല. തന്നെയല്ല, അത് കറാഹത്താണ്. കാരണം അത് ഉസ്വാസിലേക്ക് കൂട്ടും. കീവായു പുറപ്പെട്ടാൽ കഴുകുക എന്ന് പറയുന്നത് ഉസ്വാസിലേക്ക് കൂട്ടും. അതുകൊണ്ട് അത് കറാഹത്താണ്. അപ്പോ പശർമ്മയുള്ള വസ്തുവാണ് പുറപ്പെട്ടതെങ്കിൽ, മനിയല്ലാത്ത ഏത് പുറപ്പെട്ടാലും
കഴുകൽ വുജൂബാണ്. പശർമി ഇല്ലാത്ത ഉണങ്ങിയ ഒരു കാഷ്ടം തന്നെയാണ്, നല്ലോണം ഉണങ്ങിയിട്ട് തീരെ പശർമില്ല, അതല്ലെങ്കിൽ ഒരു കല്ലാണ്, അല്ലെങ്കിൽ ഒരു ജീവനുള്ളൊരു പുഴുവാണ്, പശർമി ഇല്ലാതെ ഇങ്ങനത്തെ വസ്തുക്കൾ പുറപ്പെട്ടാൽ കഴുകൽ സുന്നത്ത്. എന്തുകൊണ്ട് ഇസ്തിൻജാ ചെയ്യുക? ബിമാഇൻ, കണ്ടോ, വെള്ളം കൊണ്ട് ഇസ്തിൻജാ അഥവാ ശൗചം ചെയ്യൽ നിർബന്ധമാണ്. വെള്ളം കൊണ്ടാണ് ചെയ്യേണ്ടത്. എന്നാൽ വെള്ളത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന കല്ല് പോലത്തെ അതിനെ പറ്റി ഇനി പറയും. അടിസ്ഥാനപരമായി ശൗചം ചെയ്യാൻ ഉപയോഗിക്കുന്നത് വെള്ളമാണെന്നൊക്കെയാണ് വെള്ളത്തിനെ പറ്റി ആദ്യം പറഞ്ഞത്. ഇനി അപ്പൊ അങ്ങനെ വെള്ളം കൊണ്ട് കഴുകൽ വുജൂബാകുന്ന രൂപം, പശർമില്ലാത്തോടത്ത് സുന്നത്താകുന്ന രൂപം. ഇങ്ങനെ വുജൂബായ ഈ കഴുകൽ നിവയ്ക്ക് ഫീഹി, ഈ ഇസ്തിൻജാ അഥവാ ശൗചത്തിൽ മതി മിക്കവാറും ധാരണയുണ്ടായാൽ മതി. അതായത് യഖീൻ ഉറക്കണം എന്ന് ഷർത്തില്ല. ഉദാഹരണം, മലവിസർജനം നടത്തി കഴുകി ശുദ്ധി വന്നു എന്നുള്ള മിക്കവാറും ധാരണകൾ വന്നു കഴിഞ്ഞാൽ മതി. അല്ലാതെ ശുദ്ധി വന്നു എന്ന് യഖീൻ ദൃഢമായ ഉറപ്പ് വേണമെന്നില്ല. വലായുസന്നു ഹീനൈദിൻ, ഇങ്ങനെ നജസ് നീങ്ങി എന്നുള്ള വന്ന് മിക്കവാറും ധാരണ കിട്ടിയാൽ പിന്നെ സുന്നത്താക്കപ്പെടുകയില്ല. ഷമ്മുയദിഹി, കൈവാസനിച്ചു വെക്കാം. മലവിസർജനം ചെയ്ത് കഴുകിയിട്ട് ശുദ്ധിയായി എന്ന് ഏകദേശം ധാരണ വന്നാൽ പിന്നെ ഞാൻ കൈമറച്ചു നോക്കേണ്ട ആവശ്യമില്ല എന്ന്. ഇനി അഥവാ അങ്ങനെ വാസനിച്ച് നോക്കി എന്നിട്ട് കൈക്ക് വാസന തോന്നുന്നുണ്ടെങ്കിൽ പോലും ശുദ്ധിയാണ് എന്ന് തന്നെയാണ് ഹുക്മ്. അങ്ങനെ ഉണ്ടാവും. ചിലപ്പോ ഈ വയറ്റിന്ന് പോകാത്ത ചില ആളുകൾക്ക് ചിലപ്പോൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ 1-2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ മലവിസർജനം നടന്നാൽ അത് വല്ലാത്ത ദുർഗന്ധമായിരിക്കും. അത് കഴുകിയാലും ആ വാസന കുറച്ചുകൂടെ ബാക്കിയുണ്ടാവും. അതുകൊണ്ട് കുഴപ്പമില്ല, ശുദ്ധിയാവും. പണ്ട് നമ്മൾ പറഞ്ഞു, നജസ് ശുദ്ധിയാക്കുന്ന ബാബിൽ പറഞ്ഞു, 3 പ്രാവശ്യം നന്നായി വെള്ളമൊഴിച്ച് ഉരച്ച് കഴുകിയിട്ടും നിറം മാത്രമോ വാസന മാത്രമോ ശേഷിച്ചാൽ ശുദ്ധിയാകും എന്ന്. അതിൽപ്പെട്ടു ഇതും. ഒരാൾ മലവിസർജനം നടത്തി, വല്ലാത്ത ദുർഗന്ധം ഉണ്ടായിരുന്നു, നന്നായി വെള്ളമൊഴിച്ച് ഉരച്ച് കഴുകി 3 പ്രാവശ്യം. ഇപ്പോ നജസ് പോയി എന്ന ധാരണ എന്ന് പറഞ്ഞാൽ, പുരുഷന്മാരാണെങ്കിൽ നേരത്തെ വിസർജനം ചെയ്ത് കഴുകാൻ തുടങ്ങുമ്പോൾ ഒരു മിനുസം അനുഭവപ്പെടും, ചെറിയ ആ മിനുസം പോയി ഒരം വന്നു. സ്ത്രീ ആണെങ്കിൽ ചെറിയ ഒരം അനുഭവപ്പെടും, അത് പോയി മിനുസം വന്നു. ഇപ്പോ ഒലബത്തു തന്നെ വന്നു, മിക്കവാറും ധാരണ വന്നു, ശുദ്ധിയായി. ഈ ധാരണ വന്നാ മതി, പിന്നെ അവിടെ കൈമണത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരാൾ അങ്ങനെ കൈവാസനിച്ച് നോക്കി, എന്നിട്ട് വാസന മാത്രം ഉണ്ട്, ശേഷിക്കുന്നുണ്ട്, എന്നാലും ശുദ്ധിയാവുന്നു. ഇനി മലവിസർജനം കഴിഞ്ഞ് ശൗചം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വയമ്പകി അത്യാവശ്യമാണ് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ട മുഅക്കദായ സുന്നത്താണ്. ചിലപ്പോൾ അത് വുജൂബാവുക വരെ വരും എന്നല്ല. വെത്തുനബ് വുജൂബൻ എന്ന് തന്നെ എംബഗിക്ക് അർത്ഥം ഹാഷിക്കാർ കൊടുത്തിട്ടുമുണ്ട്. കാരണം എംബഗി എന്നത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ ഫർദിന് ഉപയോഗിക്കുന്ന ഒരു വാക്കായതുപോലെ തന്നെ മുഅക്കദായ സുന്നത്തിനും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വുജൂബിന് തന്നെ. എന്ത്? അൽ ഇസ്തിർഹാഉ, ഇസ്തിർഹാ അഥവാ ശ്വാസം പിടിച്ച് അല്പം മുക്കുക എന്ന് പറയുമ്പോ എന്താവും? പിന്ദ്വാരത്തിന്റെ ഭാഗം അല്പം താഴ്ന്നു വരും. അതെന്തിനാ അങ്ങനെ ചെയ്യണ്? ലി അല്ലാ യബ്ഖ, ശേഷിക്കാതിരിക്കാൻ വേണ്ടി. അസറുഹ, ഈ നജസിന്റെ അവശിഷ്ടങ്ങൾ എവിടെ? ഫീ തവായിഫി ഷറജിൽ മഖഅദത്തി, മലദ്വാരത്തിന്റെ മടക്കുകളിൽ അവ ചുരുണ്ടുകൂടിയ സ്ഥലത്ത് നജസിന്റെ അവശിഷ്ടങ്ങൾ ശേഷിക്കാതിരിക്കാൻ വേണ്ടി. കാരണം ആ പ്രദേശത്തിന്റെ പ്രത്യേകത അങ്ങനെയാണല്ലോ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വെച്ച വലിയൊരു, അതിന് പ്രകൃതിപരമായി ഉള്ളിലേക്ക് വലിഞ്ഞു ചുരുണ്ടു നിൽക്കുന്ന ഒരു പ്രകൃതിയാണുള്ളത്. അതേസമയത്ത് വിസർജ്യം പുറത്തു വരുമ്പോൾ അത് അയയുകയും അങ്ങനെ ദ്വാരം വികസിക്കുകയും നജസ് പുറത്തു പോരുകയും ചെയ്യും. നജസ് പുറത്തു പോന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ
ഉള്ളിലേക്കുള്ള വലിവ് ചുരുളലും വരും. അങ്ങനെ അതിന്റെ പുറത്ത് മാത്രം കഴിയാൽ ഈ ഉള്ളിലേക്ക് വലിഞ്ഞു ചുരുണ്ട ഈ മടക്കുകൾ അവക്കിടയിൽ നജസിന്റെ അവശിഷ്ടം ബാക്കിയിരിക്കാം. അത് വരാതിരിക്കാൻ, അതുകൂടി കഴുകുന്നതിൽ പോകാൻ വേണ്ടി മുക്കുക. അതന്നെ ശ്വാസം പിടിച്ചിട്ട് കീപ്പോട്ട് മുക്കി താഴ്ത്തുക എന്നാണ് അതിന് പറയാം. അതിന് ഇസ്തിർഖാവ് എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിപരമായി ഉള്ളിലേക്ക് ചുരുണ്ടു വലിയുന്ന ഈ പിന്ദ്വാരം, അതിന്റെ മടക്ക് ചുരുളു മടക്കുകളിലൊക്കെ നജസിന്റെ അവശിഷ്ടം ഉണ്ടാവും എന്നതുകൊണ്ട് അത് ശ്വാസം പിടിച്ചൽപ്പം മുക്കിയാൽ കീപ്പോട്ട് താഴ്ന്നു വരും. അങ്ങനെ താഴ്ന്നു വരുന്ന സമയത്ത് ഈ ചുരുൾ മടക്കുകൾ നിവരും. അപ്പൊ കഴുകിയാൽ ആ ചുരുൾ മടക്കുകളിൽ ഒക്കെ അവശേഷിക്കാവുന്ന നജസിന്റെ ഭാഗം വൃത്തിയായിക്കോളും. അപ്പൊ അത് ചെയ്യൽ നിർബന്ധമാണെന്നാ പറഞ്ഞ്. മറക്കിരുന്ന് കഴിഞ്ഞ് കുറച്ച് വെള്ളം ഒഴിച്ച് അതിന്റെ മുകളൊന്നും കഴിയാ പോരാന്ന്. ഉള്ളിക്ക് വെള്ളം കയറ്റണം എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. മറിച്ച് ഒന്ന് ശ്വാസം പിടിച്ചൊന്ന് മുക്കുന്ന സമയത്ത് എന്താവും, ഈ പിന്ദ്വാരത്തിന്റെ ഭാഗം താഴ്ന്നു വരും അല്പം. അപ്പൊ ആ ചുരുളൊക്കെ ഒന്നുകൊണ്ട് നീരുന്ന സമയത്ത് വെള്ളം ഒഴിച്ച് കഴുകിയാൽ ആ ചുരുൾ മടക്കുകളിലൊക്കെ അവശേഷിക്കുന്ന ഈ നജസിന്റെ ഭാഗങ്ങൾ വൃത്തിയാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നർത്ഥം. അത് സ്ത്രീകളാണെങ്കിലും വേണം, പുരുഷന്മാരാണെങ്കിലും വേണം. ആ കാരണം എന്താ, പ്രകൃതിപരമായ അല്ലാഹു തആല വെച്ചൊരു സ്വഭാവമാണ് അതിന്. അത് ഉള്ളിലേക്കാണ് ചുരുണ്ട് വലിഞ്ഞു നിൽക്കുക. അതുകൊണ്ടാണ് സാധാരണ അതിൽ നിന്നിട്ട് വസ്തുക്കളൊന്നും പുറത്തു വരാതിരിക്കുന്നത്. അതേസമയത്ത് ബോധപൂർവം വിസർജിക്കേണ്ട സമയം വരുമ്പോ നമ്മൾ മനഃപൂർവ്വം ഇരിക്കുമ്പോൾ പ്രകൃതിപരമായി തന്നെ ഈ ചുരുളുകൾ അഴിയുകയും അത് വികസിക്കുകയും ചെയ്യുമ്പോഴാണ് നജസ് പുറത്തു വരുന്നത്. പോകുന്ന ഉടനെ തന്നെ പ്രകൃതിപരമായി അത് ഉള്ളിലേക്ക് വലിയും ചുരുളുകയും ചെയ്യും. അപ്പൊ ഈ പോകുന്ന നജസ് പുറപ്പെട്ട സമയത്ത് അഴിഞ്ഞ ഭാഗം ചുരുളുമ്പോൾ അവിടെയുള്ള നജസുകൾ അവിടെ തന്നെ കിടക്കും. അത് പോകാൻ വേണ്ടിയിട്ട് ശ്വാസം പിടിച്ച് കീപ്പോട്ടൊന്ന് മുക്കിയാൽ അത് താഴ്ന്നു വരികയും ആ മടക്ക് നിവരുകയും ആ സമയത്ത് കഴുകിയാൽ നജസിന്റെ അവശിഷ്ടം പൂർണ്ണമായി ശുദ്ധിയാവുകയും ചെയ്യും. ഇങ്ങനെ വെള്ളം കൊണ്ട് കഴുകൽ വുജൂബാണെന്ന് അപ്പൊ പറഞ്ഞത്. ഇനി ഔബിസലാസി മസഹാത്തിൻ, അതല്ലെങ്കിൽ 3 തടവൽ കൊണ്ട് കഴുകല്ല, കല്ല് പോലെയുള്ള വസ്തുക്കളെ കൊണ്ട് തടവുക. വെള്ളത്തിന്റെ അവിടെ എണ്ണം പറഞ്ഞില്ല. വെള്ളത്തിന്റെ അവിടെ നജസ് പോകുന്നത് വരെ കഴുകിയാൽ മതി. പക്ഷേ 3 വട്ടമാക്കൽ സുന്നത്തുണ്ട്. അപ്പം നജസിന്റെ തടി നീങ്ങുന്നത് വരെ 1 ആയി കൂട്ടും. നജസിന്റെ തടി നീങ്ങിയതിനു ശേഷം 2, 3 എന്നിങ്ങനെ 3 പ്രാവശ്യമാക്കൽ സുന്നത്ത്. ഇവിടെ അങ്ങനെയല്ല. കല്ല് പോലെയുള്ളത് കൊണ്ടാവുമ്പോൾ 3 പ്രാവശ്യമാക്കൽ വുജൂബ് തന്നെയാണ്. ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നജസിന്റെ തടി പൂർണ്ണമായി നീങ്ങിയാൽ പോലും 3 പ്രാവശ്യമാക്കൽ വുജൂബാണ് ഇവിടെ. എങ്ങനെയുള്ള 3 പ്രാവശ്യമോ? തഉമ്മുൽ മഹല്ല, ഈ നജസ് ഉള്ള സ്ഥലത്തെ വ്യാപകമാക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്ഥലത്തും ഈ ഓരോ തടവലും എത്തണം. ഒരു തടവൽ ഒരു പ്രാവശ്യം ഒരു ഭാഗം തടകി, അടുത്ത പ്രാവശ്യം അതിന്റെ തൊട്ടിപ്പുറത്തെ ഭാഗം തടകി, അടുത്ത പ്രാവശ്യം അതിന്റെ തൊട്ടിപ്പുറത്തെ ഭാഗം തടകി, അങ്ങനെ പോരാ. ഓരോ പ്രാവശ്യവും മുഴുവൻ ഭാഗത്തും ഈ തടവലെത്തണം. അങ്ങനെ 3 പ്രാവശ്യം തടവിയെങ്കിലേ ശുദ്ധിയാവും. അപ്പോ ഈ കല്ലുകൊണ്ട് അനുകരിക്കുകയാണെങ്കിൽ ഇപ്പൊ എങ്ങനെ ചെയ്യാ? അതിന്റെ സുന്നത്തായ രീതി പറഞ്ഞത്, മലവിസർജനം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്ദ്വാരം വൃത്തിയാക്കുമ്പോ ഈ കല്ല് അതല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ പോലത്തത് വലത്തെ ചന്തിക്കെട്ടിന്റെ മുമ്പാകത്ത് വെച്ച്, നജസിലല്ല വെക്കേണ്ടത്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മലം പുറപ്പെട്ട നജസിലല്ല ഈ കല്ല് അതല്ലെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ വെക്കേണ്ടത്. ഈ നജസ് എത്താത്ത തൊട്ടിപ്പുറത്തുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇങ്ങനെ പിന്നോട്ട് വലത്തെ ചന്തിക്കെട്ടിന്റെ മുൻഭാഗത്ത് വെച്ച ഈ കല്ല് പിന്നിലേക്ക് ഇങ്ങനെ തുടച്ചു കൊണ്ടുവന്നിട്ട് പിന്നിൽ നിന്നിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് തുടങ്ങിയത് വരെയുള്ള സ്ഥലം ഒരു ചുറ്റ് തടക. മുഴുവൻ സ്ഥലം വരുന്നത്. പക്ഷെ തുടങ്ങേണ്ടത് ആദ്യം വലതുവശത്തിന്റെ മുമ്പാകത്തിരുന്നാണ്. അത് കൊണ്ടുവന്ന് ഇടതുവശത്തിന്റെ മുമ്പാകത്ത് നേരത്തെ തുടങ്ങിയോടം വരെ എത്തിക്കുക. രണ്ടാമത്തേത് അതിന്റെ നേരെ വിപരീതത്തിൽ, അതായത് ഇടതുവശത്തിന്റെ മുമ്പാകത്ത് നജ ഇല്ലാത്ത തൊട്ട് വൃത്തിയുള്ള സ്ഥലത്ത് വെക്കുക. എന്നിട്ട് അവിടെ നിന്ന്
നേരത്തെ നബിയായാലും പേപ്പറായാലും മലം ഉള്ള സ്ഥലത്ത് വെക്കാൻ പാടില്ല. മലം ഉള്ള സ്ഥലത്തിന്റെ തൊട്ടിപ്പുറത്ത് ത്വാഹിറായ സ്ഥലത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ തുടച്ചു കൊണ്ടുവരിക വേണ്ടത്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്പോ ഇടത്തെ കൈകൊണ്ട് വേണമെന്ന് പറയും. പക്ഷേ ഇടത്തെ കൈകൊണ്ടാവുമ്പം മൂത്രമൊഴിച്ചിട്ട് ലിംഗം തടയുകയാണെങ്കിൽ എന്താ ചെയ്യുക? മൂത്രമൊഴിച്ചിട്ട് ലിംഗം തടയുകയാണെങ്കിൽ ചെയ്യേണ്ടത് വലത്തെ കൈ കൊണ്ട് ഈ കല്ല് പിടിക്കുക. വലത്തെ കൈ കൊണ്ട് കല്ല് പിടിക്കുക, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ വലത്തെ കൈയിൽ പിടിക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് പുരുഷന്റെ ലൈംഗിക അവയവം പിടിക്കുക. ഇടത് കൈ കൊണ്ട് ലൈംഗിക അവയവം പിടിച്ചിട്ട് ഈ വലത്തെ കൈയിൽ പിടിച്ച കല്ലിൽ, അതല്ലെങ്കിൽ വലത്തെ കൈയിൽ പിടിച്ച ഈ ടിഷ്യൂ പേപ്പറിൽ ലിംഗം ഇങ്ങോട്ട് തുടക്കുക. ശരി, അങ്ങനെയാണോ ഇപ്പൊ എല്ലാവരും ചെയ്യല്? അല്ലാഹു ആയാലും ടിഷ്യൂ പേപ്പർ കൊണ്ട് തുടക്കുകയാണെങ്കിൽ വലത്തെ കൈ കൊണ്ട് ലിംഗം പിടിച്ച് ഇടത്തെ കൈ കൊണ്ട് ടിഷ്യൂ പേപ്പർ പിടിച്ചിട്ട് തുടക്കുന്ന രീതി ശരിയല്ല. കാരണം വലത് കൈ ബഹുമാനിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. ലിംഗം പിടിക്കുക എന്ന് പറയുന്നത് വലത് കൈ കൊണ്ടല്ല വേണ്ടത്, ഇടത് കൈ കൊണ്ട് പിടിക്കണം. അപ്പൊ ഇടത് കൈ കൊണ്ട് പിടിച്ചാൽ പിന്നെ വലത്തെ കൈ കൊണ്ട് അതുകൊണ്ട് തുറക്കാൻ പറ്റുമോ? അത് തീരെ വയ്യ. അപ്പൊ പിന്നെ എന്താക്കുക? കല്ല് അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇടത്തെ കൈയിൽ പിടിക്കുക, എന്നിട്ട് ഈ ലൈംഗിക അവയവം ലിംഗം ഈ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചിട്ട് ഈ പേപ്പറിൽ തുടക്കുക, അല്ലെങ്കിൽ കല്ലിന്മേൽ തുടക്കുക. ഓക്കെ, ആ ഒരു പണി തന്നെ പറഞ്ഞാല് ഇത് കീഴുന്നതിന് പകരം ഒപ്പിക്കുകയാണ് പതി. സംഗതി ഒപ്പിക്കൽ പരിപാടിയല്ലേ. അപ്പൊ അത് ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം എന്നർത്ഥം. ഇതിപ്പോ വെള്ളം ഉണ്ടെങ്കിലും ചെയ്യാം, വെള്ളമില്ലെങ്കിലും ചെയ്യാട്ടാ. വെള്ളം ശരിക്കും ഇഷ്ടം പോലെ തോട്ടില് വെള്ളം അങ്ങനെ ഒലിച്ചു പോകുന്നുണ്ട്. അപ്പോഴാ ഇയാള് ടിഷ്യൂ പേപ്പറോട് തുടക്കുന്നത്, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇയാളെ കയ്യിൽ തന്നെ വെള്ളക്കുപ്പിയുണ്ട്, അതോടുകൂടി തന്നെ ടിഷ്യൂ പേപ്പറോടോ കല്ലോടോ തുടക്കുകയാണ്, കുഴപ്പമില്ല. പക്ഷേ അഫ്ളല് ആദ്യം കല്ലുകൊണ്ട് തുടക്കുകയും അനന്തരം ഈ വെള്ളം ഉപയോഗിച്ച് കഴുകുകയും ചെയ്യലാണ് അഫ്ളലായ രീതി. കാരണം ഫീഹി റിജാലുൻ യുഹിബ്ബൂന യതതഹറു എന്ന ആയത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയപ്പം ഖുബാ നിവാസികളായ സ്വഹാബാ കിറാമുകളോട് അന്വേഷിക്കുകയുണ്ടായി, അള്ളാഹു നിങ്ങളെ ശുദ്ധീകരണത്തെക്കുറിച്ച് വല്ലാതെ ഖുർആനിൽ പ്രശംസിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്താണ് മറ്റുള്ളവർ ചെയ്യാത്ത പ്രത്യേക ശുദ്ധീകരണം ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം സാധാരണ സ്വഹാബത്ത് ചെയ്തിരുന്നത് ചിലപ്പോൾ വെള്ളം കൊണ്ട് വൃത്തിയാക്കും, ചിലപ്പോൾ കല്ലുകൊണ്ട് വൃത്തിയാക്കും, രണ്ടും ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഖുബായിലുള്ള അൻസാരികളായ ചില സ്വഹാബത്ത് അവർ ചെയ്തിരുന്നത് ആദ്യം കല്ലുകൊണ്ട് നന്നായി തുടച്ചു വൃത്തിയാക്കും, അതിനുശേഷം വെള്ളം കൊണ്ടുകൂടി കഴുകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നബിയെ ഞങ്ങൾ പ്രത്യേകം ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ ഞങ്ങൾ മലവിസർജനം ചെയ്താൽ ആദ്യം കല്ലുകൊണ്ട് നന്നായി തുടച്ചു വൃത്തിയാക്കും, അനന്തരം ഞങ്ങൾ വെള്ളം കൊണ്ട് കൂടി കഴുകാറുണ്ട്. അത് സാധാരണ മറ്റുള്ളവർ ചെയ്യാറില്ല. കാരണം അവർ വെള്ളം കൊണ്ട് കഴുകുകയാണെങ്കിൽ വെള്ളം മാത്രം കഴുകും, കല്ലുകൊണ്ടാണെങ്കിൽ കല്ലുകൊണ്ട് മാത്രം കഴുകും, തടയും, ഇങ്ങനെയുള്ളൂ. ഇവര് ആദ്യം കല്ലുകൊണ്ട് തടകി വെള്ളം കൊണ്ട് പിന്നെ കഴുകുന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെയാണ്, അതുകൊണ്ട് ഫഅലൈക്കുമോ, അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രത്യേകം പ്രശംസിച്ചത്, അത് നിങ്ങൾ പതിവാക്കിക്കൊള്ളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ഉപദേശിച്ചു. അപ്പൊ അത് സുന്നത്ത് അഫ്ളലായ രീതിയാണ്. ആദ്യം കല്ലുകൊണ്ട് പിന്നീട് വെള്ളം കൊണ്ട്. വെള്ളം കൊണ്ട് മാത്രമായാൽ മതി, കല്ലുകൊണ്ട് മാത്രമായാൽ മതി. വെള്ളം ഇല്ലെങ്കിൽ കല്ല് ഉപയോഗിക്കുക എന്ന മസലയൊന്നുമില്ല. വെള്ളമുണ്ടെങ്കിലും വെള്ളം ഉപയോഗിക്കുന്നതിന് തടസ്സമില്ലെങ്കിലും കല്ല് പോലത്തത് ഉപയോഗിച്ചാൽ സംഗതി മതി, ഓക്കെയാണ്. 3 വട്ടായാൽ മതിയോ? പോരാ. തൻഖിയത്തിൻ, വൃത്തിയാവണം, സ്ഥലം വൃത്തിയാവും വേണം. കാരണം ചിലപ്പോ 3 വട്ടം തടയാലും വേണ്ടതുപോലെ വൃത്തിയായില്ലെന്ന് വരും. അങ്ങനെ വൃത്തിയായിട്ടില്ലെങ്കിൽ വൃത്തിയാവുന്നത് വരെ തടയണം. ഒരാൾക്ക് 10 പ്രാവശ്യം തടകിയിട്ടാണ് വൃത്തിയായെങ്കിൽ 10 വട്ടം തടകൽ ഫർള്, പിന്നെ അത് 11 സുന്നത്ത്. അപ്പൊ ഇവിടെ എന്താ നിർബന്ധം? 3 കുറയാതിരിക്കണം. ശുദ്ധിയായാലും ഇല്ലെങ്കിലും 3 കുറയാൻ പാടില്ല, ചുരുങ്ങിയത് 3 വേണം. എന്നാൽ വൃത്തിയായിട്ടില്ലെങ്കിലോ 100 വട്ടം തടകിയിട്ടാ വൃത്തിയായതെങ്കിൽ അപ്പോഴേ വൃത്തിയാവുള്ളൂ. അത് 100 ആവുമ്പോ ഇരട്ടല്ലേ, അല്ലെങ്കിൽ 10 ആവുമ്പോ ഇരട്ടല്ലേ ആയിക്കോട്ടെ, എന്നാലും ശുദ്ധിയാവും. 11 സുന്നത്തുണ്ട്. ഒറ്റയാക്കൽ സുന്നത്ത്, 3 കുറയാതിരിക്കൽ വുജൂബ്, നജസിന്റെ തടി നീങ്ങൽ വുജൂബ്. ഇത്രയും കാര്യങ്ങളാണ് കല്ല് പോലത്തത്. അത് എന്തുകൊണ്ട്
മസഹാത്ത് ബിജാമിദിൻ കണ്ടോ അടക്ക ഔ ബിസലാസി മസഹാത്തിൻ ബിജാമിദിൻ, ജാമിദായ ഉറച്ച ഏത് വസ്തു കൊണ്ടുമാവാം. കല്ല് ആയിക്കൊള്ളുന്നില്ല, കടലാസുമാവാം, തുണിക്കഷ്ണമാവാം, അതല്ലെങ്കിൽ കാർബോർഡിന്റെ കഷ്ണമാകാം, ഇങ്ങനെയുള്ള സ്പോഞ്ചാവാം, ഒക്കെ ആവാം. പക്ഷെ എങ്ങനത്തേതാവണം? കാര്യൻ നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. കുപ്പിച്ചില് പോലത്തെ പറ്റൂല, മുള പോലത്തെ പറ്റൂല, മാർബിൾ പോലത്തെ പറ്റൂല. കാരണം അത് നജസ് വലിച്ചെടുക്കൂല. നജസ് വലിച്ചെടുക്കാൻ പറ്റുന്നതും കൂടി ആവണം. അപ്പൊ നജസ് വലിച്ചെടുക്കാൻ പറ്റുന്നതായ നനവില്ലാത്ത ഉറച്ച ജാമീതായ വസ്തു കൊണ്ടായിരിക്കണം. അതോടുകൂടി ഇവിടെ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. ഇത് ഭക്ഷ്യവസ്തുക്കളെ കൊണ്ടോ വന്ദിക്കപ്പെടുന്ന വസ്തുക്കളെ കൊണ്ടോ ആവാൻ പാടില്ല. ഭക്ഷിക്കപ്പെടുന്ന വസ്തു, ഉദാഹരണം നല്ല ഉണങ്ങിയ റൊട്ടി ഉണ്ട്. ഉണങ്ങിയ റൊട്ടി ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി, മൂത്രമൊക്കെ ശരിക്കൊണ്ട് വലിച്ചു വരും, ഒറ്റട്ടം വെച്ചാൽ തന്നെ വലിഞ്ഞു വരും. പക്ഷെ അത് പാടില്ല, ഹറാമാ. കാരണം ഭക്ഷ്യവസ്തുവാണ്. തന്നെയല്ല, മനുഷ്യന്റെ ഭക്ഷ്യവസ്തു കൊണ്ടും പാടില്ല, ജിന്നുകളുടെ ഭക്ഷ്യവസ്തു കൊണ്ടും പാടില്ല. അതുകൊണ്ടാണ് എല്ല് പാടില്ല എന്നറിയണത്. എല്ല് അറക്കപ്പെട്ട ജീവിയുടെ എല്ലാണെങ്കിൽ അത് മോമിനികളായ ജിന്നുകളുടെ ഭക്ഷണമാണ്. ചത്ത ജീവിയുടേതാണെങ്കിൽ കാഫറായ ജിന്നിന്റെ ഭക്ഷണമാണ്. അതുപോലെ തന്നെ ചാണകം പോലെയുള്ള ഉണക്കക്കാഷ്ടം അത് ജിന്നുകളുടെ മൃഗങ്ങളുടെ ഭക്ഷണമാണ്. അതുകൊണ്ട് തടയാൻ പാടില്ല. ബഹുമാനിക്കപ്പെടുന്ന വസ്തു, ശരഈയായ ഇൽമ എഴുതപ്പെട്ട കടലാസ് ടിഷ്യൂ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ബഹുമാനിക്കപ്പെടുന്നതോ ഭക്ഷ്യവസ്തുവോ അല്ലാത്തതും നജസിനെ വലിച്ചെടുക്കാൻ പറ്റുന്നതും ഉറച്ചതുമായ വസ്തുക്കളെ കൊണ്ട് 3 തടവലിൽ ചുരുങ്ങാതെ നജസ് പൂർണ്ണമായി വൃത്തിയാവുന്ന നിരക്ക് തടകലും, ആ തടകൽ കൊണ്ട് വെള്ളം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശുദ്ധിയാവും. അപ്പൊ ഈ രണ്ടാലൊരു നിരക്ക് ശുദ്ധിയാക്കണം. ഒന്നിരിക്കൽ വെള്ളം കൊണ്ട്, അതല്ലെങ്കിൽ ഈ പറയപ്പെട്ട നിബന്ധനയൊത്ത ഉറച്ച വല്ല വസ്തു കൊണ്ടും നജസ് നീക്കൽ വുജൂബാണ്. അതവിടെ ചുരുക്കി പറഞ്ഞു വളരെ 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 ചുരുക്കി പറഞ്ഞേക്കാം. ഇനി പറയാം, ഖലായി. ഇപ്പൊ മലമൂത്ര വിസർജനം ചെയ്താൽ ശുദ്ധിയാക്കുന്നതിനെ പറ്റി ആദ്യം പറഞ്ഞു കണ്ട് പിന്നെന്താ പറയാൻ കാരണം എന്ന് വെച്ചാൽ നജസിനെ ശുദ്ധിയാക്കുന്ന ബാബാണ്. അതാണ് വിഷയം. ആദ്യം ശരിക്ക് പറയേണ്ടത് മലമൂത്ര വിസർജനം ചെയ്യേണ്ട ആദാബുകളാണല്ലോ. എന്നിട്ടല്ലേ ഇപ്പൊ നജസ് ശുദ്ധിയാക്കുന്നതിന് മസല പറയേണ്ടത്. ഇപ്പൊ ഇവിടെ തല തിരിച്ചാണല്ലോ പറഞ്ഞത് എന്ന് സംശയം വേണ്ട. കാരണം നമ്മൾ പറഞ്ഞു വരുന്ന ബാബ് നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്താവുന്ന ദേഹം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാകാണ്. അപ്പൊ നജസ് ശുദ്ധിയാക്കേണ്ട രീതിയാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മലമൂത്ര വിസർജനം കൊണ്ട് പുറത്തു വന്ന നജസ് ശുദ്ധിയാക്കേണ്ട രീതി ഒരുപക്ഷെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ കല്ല് പോലെയുള്ള വസ്തു ഉപയോഗിച്ചുകൊണ്ട് ശുദ്ധിയാക്കുന്നത് പറഞ്ഞു വന്നപ്പോൾ പിന്നെ മലമൂത്ര വിസർജനത്തിന് ദീനിൽ പറയുന്ന ചില ചിട്ടകളും ആദാബുകളും അത് പറയാം. വയുന്തബു, സുന്നത്താക്കപ്പെടും, ലിദാഖിലിൽ ഖലായി, വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നവനല്ല, പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവന്. ദാഖിൽ എന്ന് പറഞ്ഞാൽ മുരീദ് ദുഖുലീന്ന്, അങ്ങനെ അതിനർത്ഥം. പ്രവേശിക്കാൻ ഉദ്ദേശിച്ചവന് ഷർത്താക്കപ്പെടും, അല്ല സുന്നത്താക്കപ്പെടും. എന്ത്? അൻ യുഖദ്ദിമ യസാറഹു, പ്രവേശിക്കുമ്പോൾ ഇടത്തുകാലിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും. വയമീനഹു, വലത്തേതിനെ മുന്തിക്കൽ സുന്നത്താക്കപ്പെടും. ലിൻസുറാഫിഹി, ഈ വിസർജന സ്ഥലത്തിൽ നിന്നിട്ടും തിരിച്ചു വരുന്നത്. അതൊക്കെ പിന്നെ എപ്പോഴും അറിയുന്ന മഅറൂഫായ വിഷയം. ബി അക്സിൽ മസ്ജിദി, പള്ളിക്ക് വിപരീതം. എന്നാൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാൽ വെച്ചുകൊണ്ടാണല്ലോ പ്രവേശിക്കേണ്ടത്. പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചുകൊണ്ടും ഇറങ്ങണം. ഇതാണ് നിയമം. അഞ്ഞ് വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെ. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാൽ വെച്ച് പ്രവേശിക്കണം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അത് ജുമാക്ക് പോവുകയാണെങ്കിലും ഹജ്ജിന് പോവുകയാണെങ്കിലും അല്ലാത്ത ആവശ്യത്തിന് പോവുകയാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാൽ വെച്ചിട്ട് ഇറങ്ങും വേണം. അതേ സമയത്ത് വിസർജന സ്ഥലത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഇടത്തെ കാല് വെച്ച് അങ്ങോട്ട് പ്രവേശിക്കണം. തിരിച്ചു വരുന്ന സമയത്ത് വലത്തെ കാല് വെച്ച് വേണം പൊന്തിക്കാൻ. മാത്രമല്ല അയ്യുഖദ്ദിമാർന്നോർത്തേക്ക് അത്ഫായിലുവ യുൻഹിയ മാഅലൈഹി, അവന്റെ മേലുള്ളതിനെ നീക്കലും സുന്നത്താക്കപ്പെടും.
എന്നാണ് കുറച്ചുകൂടി നല്ല യുഖദ്ദിമ മക്കത്ത് ഫൈറ്റ്. നീക്കലും സുന്നത്താക്കപ്പെടും. എന്തിന്? മാ അലൈഹി, അവന്റെ ദേഹത്തിലുള്ള, അവന്റെ കയ്യുമ്പിലിട്ട മോതിരാവട്ടെ, കഴുത്തിലിട്ട മാലയിലെ ലോക്കറ്റാവട്ടെ, അല്ലാത്ത വല്ലതുമാവട്ടെ, മുഅള്ളമാണെങ്കിൽ ബഹുമാനിക്കപ്പെടുന്ന, വന്ദിക്കപ്പെടുന്ന. അപ്പൊ ചില ലോക്കറ്റുകളിലൊക്കെ അല്ലാഹു ജല്ല ജലാലുഹു എന്ന് പ്രിന്റ് ചെയ്തത് കാണാം. ചിലയിടത്ത് മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പ്രിന്റ് ചെയ്ത് കാണാം. അതുപോലെ തന്നെ ചില ആളുകളുടെ മോതിരത്തുമ്മൽ അള്ളാഹ് എന്നോ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ഒക്കെ എഴുതിയത് കാണാം. അങ്ങനെയുള്ള ബഹുമാനിക്കപ്പെടുന്ന വല്ലതും എഴുതപ്പെട്ടത് ഉണ്ടെങ്കിൽ അവ മാറ്റിവെക്കൽ സുന്നത്ത. അതോടുകൂടി പ്രവേശിക്കൽ ഹറാമില്ല, കറാഹത്താണ് എന്നാ മാറ്റി. മനസ്സിലായി? കറാഹത്താണ് എന്നാണ്, ഹറാമില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഹബ്. قال ابن الصلاح وليتهم قالوا بوجوبه. വുജൂബാണ്, അത് മാറ്റിവെക്കൽ എന്ന് പറഞ്ഞെങ്കിൽ നന്നേനു എന്ന് ഇബ്നു സ്വലാഹ് തങ്ങൾ പറഞ്ഞു എന്നല്ലാതെ അത് സുന്നത്താണ്. അതോടുകൂടി പ്രവേശിക്കുന്നതിന്റെ ഹുക്മ് കറാഹത്താണ്, ബഹുമാനത്തിനെതിരാണ് എന്നതുകൊണ്ട് അത് ഒഴിവാക്കലാണ് നല്ലത്. ഉണ്ടോ? അതെന്ത്? മിൻ ഖുർആനിൻ, ബഹുമാനിക്കപ്പെടുക പറഞ്ഞാൽ ഖുർആൻ ഭാഗികമായോ മുഴുവനായോ ഉള്ളത്. ഖുർആൻ മുഴുവനായിട്ട് മുസാഫ് കൊണ്ടുപോകാൻ ഹറാമാന്ന് പറഞ്ഞ ഇമാമിങ്ങൾ വരെ ഉണ്ട്. മനസ്സിലായില്ലേ? والمتجه تحريم إدخال المصحف ونحوه الخلاء من غير ضرورة إجلالا وتكريما. ഉണ്ടോ? ഇമാം അദ്റായി പറയാം, അത് മുത്തമദാണോ പറഞ്ഞില്ല. ഇമാം അദ്റായി റഹ്മത്തുള്ളാഹിന്റെ കൗല് ഖുർആൻ മുഴുവനായിട്ടുള്ള മുസ്ഹഫ് കൊണ്ടുപോലും കക്കൂസിലേക്ക് നെറൂറത്തിന്റെ സമയത്തല്ലാതെ എന്ന് പറഞ്ഞാൽ വേറൊരു നിവൃത്തിയില്ല, പുറത്തു വെച്ചാൽ നരസായി പോവും, അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോവും എന്ന് കാണുന്ന സമയത്ത് മറ്റു നിവൃത്തിയില്ലെങ്കിൽ കർക്കിടില്ല എന്നല്ലാതെ അവസ്ഥയിൽ മുസ്ഹഫ് ഉള്ളിലേക്ക് കൊണ്ടുപോകൽ ഹറാമാവേണ്ടതാണ് എന്നാണ് ഇമാം അദ്റായി തങ്ങൾ പറയുന്നത്. പക്ഷേ കറാത്താണ് എന്നത് തന്നെയാണ് അതിൽ മുഅ്തമദ്. മാത്രല്ല വിസ്മി നബിയിൻ, അംബിയ മുർസലീങ്ങളുടെ പേര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് മാത്രമല്ല, അംബിയ മുർസലീങ്ങളുടെ പേരൊക്കെ ബഹുമാനിക്കപ്പെടേണ്ടതാണ്. എന്നല്ല മലക്കിൻ, മലായിക്കത്തിന്റെ പേര് അതും ബഹുമാനിക്കപ്പെടേണ്ടതാണ്. ഇങ്ങനെയുള്ള നബിയുടെ പേര് അല്ലെങ്കിൽ മലക്കിന്റെ പേര് അല്ലെങ്കിൽ വസ്തുവിന്റെ പേരൊക്കെ വലോ മുഷ്തറക്കൻ, അള്ളാഹുവിനും അള്ളാഹു അല്ലാത്തവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അല്ലാത്തവർക്കും മലായിക്കത്തിനും അല്ലാത്തവർക്കും ഒക്കെ ഉപയോഗിക്കുന്ന പേരാണെങ്കിലും ശരി. പക്ഷേ ഏതുപോലെ ഉദാഹരണം അസീസ്, അസീസ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സിഫാത്തുകളിൽ അസീസ് വന്നിട്ടുണ്ട്. അതേ സമയത്ത് മിസ്റിലെ ഗവർണർ ഭരണാധികാരികൾക്ക് അസീസ് എന്ന് പറയും. ഖുർആനിലൊക്കെ പറഞ്ഞല്ലോ അസീസ് മിസ്റുകാരന് അങ്ങനെ പറയാറുണ്ട്. അതുപോലത്തെ അഹ്മദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. നമ്മുടെ നാട്ടിലെ ചില അഹ്മാക്കാർക്കും അഹമ്മദ് എന്ന് പേരുണ്ട്. പക്ഷേ അങ്ങനെ വന്നപ്പോ ഉദാഹരണം ഒരാളെ പേര് ജിബ്രീൽ നാട്ടിക്കോളി അങ്ങനെ പേരിട്ടുടായൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരാൾ ഇയാൾക്ക് കത്തെഴുതാം, പ്രിയപ്പെട്ട ജിബ്രീൽ അറിയാൻ സുഹൃത്ത് അലവി എഴുതുന്നു എന്ന് എഴുതി നോക്കിക്കോ. അപ്പൊ ഈ കത്ത് കൈ പിടിച്ചു കാണിഞ്ഞപ്പോ കക്കൂസ് പോകാൻ പറ്റൂലല്ലോ പടച്ചോനെ, കാരണം ഇതിപ്പോ ജിബ്രീൽ എന്നതിലുണ്ടല്ലോ, അത് കയറാണ്ട. കാരണം എഴുതുമ്പോ എന്താ ഉദ്ദേശം, ഇവന്റെ സുഹൃത്തായിരിക്കുന്ന ഒരു ജിബ്രീൽ എന്ന് പറഞ്ഞിട്ടൊരു കാക്കുണ്ട്, അദ്ദേഹത്തിന് എഴുതുന്ന കത്ത. അവിടെ എഴുതുമ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടല്ല, ഒരു സുഹൃത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടാ. എന്നതുപോലെ ഒരാള് മുഹമ്മദ് എനിക്ക് തരാനുള്ള 100 രൂപ 11-ാം തീയതി തരാം എന്ന് ഏറ്റിട്ടുണ്ട് എന്നൊരു കടലാസ് രീതിയുണ്ട്. അതോടുകൂടി പോടേന് കുഴപ്പമുണ്ടോ? ഇല്ല. കാരണം ഈ മുഹമ്മദ് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നത് ഇവന്റെ സുഹൃത്തായിരിക്കുന്ന ഒരു മുഹമ്മദാണ്, അവിടെ കുഴപ്പമില്ല. അതേസമയത്ത് അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്, അംബിയ മുർസലീങ്ങളുടെ പേര്, മലായികത്തുൽ കിറാമിന്റെ പേര് ഉദ്ദേശിച്ചുകൊണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ സിഫാത്ത് ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയാൽ അതുമായിട്ട് പോകൽ കറാഹത്താണ്, അത് മാറ്റിവെക്കൽ സുന്നത്താണ്. അതാ അതുകൊണ്ട് അള്ളാഹ് ഉദ്ദേശം ഉണ്ടെങ്കിൽ, അതേസമയത്ത് അള്ളാഹ് എന്ന പേര് പോലെ അള്ളാഹ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിലോ അത് എന്തുദ്ദേശിച്ചുകൊണ്ട് എഴുതി എന്ന ആവശ്യം നോക്കേണ്ടതില്ല. ഏതായാലും അതുമായി പോകാൻ പാടില്ല.
വയസ്കുത്ത ഒക്കെ യുദ്ധപൂന്റെ അവിടേക്ക് അയ്യൊക്കത്തിമായിട്ടാണ്. നിശബ്ദത പാലിക്കലും സുന്നത്താക്കപ്പെടും. എപ്പോ ഹാല ഖുറൂജിൽ ഖാരിജി, മലം മൂത്രം പോലെയുള്ള മാലിന്യങ്ങൾ പുറപ്പെടുന്ന സമയത്ത് സംസാരം ഉപേക്ഷിക്കലും സുന്നത്ത. അത് ഏത് സംസാരവും പുറപ്പെടുന്ന സമയത്ത് ഏത് സംസാരവും പാടില്ല. വലോ അൻ ഗൈരി ദിക്രിൻ, അത് ഖുർആന്, ദിക്ർ, സ്വലാത്ത് പോലുള്ളത് അല്ലാത്ത നാടൻ വർത്താനാണ്. ഉദാഹരണം പറയാ, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോ പൈപ്പ് തുറന്നു നോക്കുമ്പോൾ വെള്ളം കാണാനില്ല. അപ്പൊ ഭാര്യനെ വിളിച്ചിട്ട് ടാങ്കിൽ വെള്ളം കഴിഞ്ഞിട്ട് ആ മോട്ടർ നിട്ടാൽ അതും കറാഹത്ത് തന്നെ. മൂത്രം പുറത്തു നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരം പുറത്തു നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കറാഹത്ത. അതേ സമയത്ത് വഫീ ഗൈരി ഹാലിൽ ഖുറൂജി, ഈ വിസർജ്യം മലമാവട്ടെ മൂത്രമാവട്ടെ പുറപ്പെടുന്ന അല്ലാത്ത കക്കൂസിലുള്ള സമയത്ത് കറാഹത്താണ്. അൽ ദിക്ർ, ദിക്റിനെ തൊട്ട് വെടിഞ്ഞു നിൽക്കൽ സുന്നത്ത്. ദിക്ർ ആ സമയത്ത് കറാഹത്ത, ദിക്ർ ഒഴിവാക്കൽ സുന്നത്ത. ദിക്ർ അല്ലാത്ത മറ്റു കാര്യങ്ങൾ, ഇപ്പൊ ഉദാഹരണം മോട്ടോർ അടിച്ചിടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ബക്കറ്റിൽ നോക്കുമ്പോ മൂത്രമൊഴിച്ച് കഴിഞ്ഞ് നോക്കുമ്പോ മനേൽക്കാൻ നോക്കുമ്പോ ബക്കറ്റ് അവിടെ കാണാറുണ്ട്, പക്ഷെ അതിൽ ജഗ്ഗില്ല അല്ലെങ്കിൽ കപ്പില്ല. അപ്പൊ ഭാര്യനെ വിളിച്ചിട്ടോ അല്ലെങ്കിൽ മോനെ വിളിച്ചിട്ട് ആ കപ്പൊന്നും എടുത്തോണ്ടല്ലടാ എന്ന് പറയണോണ്ട് കുഴപ്പമില്ല. അതേ സമയത്ത് മൂത്രമോ മലോ പുറപ്പെടുന്ന സമയത്ത് അതും പറയൽ കറാത്താണ്. അപ്പൊ ഇവിടെ രണ്ട് വിഷയം. ഒന്ന്, വിസർജ്യം പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ദിക്റാണെങ്കിലും അല്ലാത്തതാണെങ്കിലും പറയൽ കറാഹത്താണ്. വിസർജ്യം പുറപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ദിക്ർ, സ്വലാത്ത്, ഖുർആന് പോലത്തതും കറാഹത്താണ്, അല്ലാത്തത് കറാഹത്തില്ല. അതുപോലെ തന്നെ ദൂരെ പോകലും സുന്നത്താക്കപ്പെടും. ദൂരെ പോകാൻ എത്ര ദൂരെ പോവുക? ആളുടെ കേൾവിയും കാഴ്ചയും അറിയുന്ന നിലക്ക്. അതിപ്പോ കക്കൂസിലാവുമ്പോ കഴിയൂല. കക്കൂസിലുള്ളോടത്ത് പോവുക എന്നല്ലാതെ എന്താ കാട്ടുന്നത്? കണ്ണ് അറിഞ്ഞു തരും, ചിലപ്പോ കാതും അറിയില്ല. അപ്പൊ എന്താ, വിസർജന സമയത്ത് ചിലപ്പോൾ കീവായു നന്നായി ചിലപ്പോ പോവും. അപ്പൊ അത് മറ്റുള്ളവർ കളിയാക്കി ചിരിക്കാനിട വരും. അത് വാസനയും അതുപോലെ തന്നെ ശബ്ദവും കേൾക്കാത്ത നിലക്ക് ദൂരെ പോകൽ സുന്നത്താ. അതിന് സൗകര്യം ഉണ്ടെങ്കിൽ. അതൊക്കെ പണ്ട് വെളിക്കിരുന്നീന സമയത്ത് അതൊക്കെ പറ്റിയിരുന്നു. അന്ന് വെളിക്കിരിക്കാൻ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോ ആള് പുറപ്പെടുന്ന വസ്തുവിന്റെ വാസന കേൾക്കാത്ത രീതിയിലും അതിന്റെ ശബ്ദം കേൾക്കാത്ത രീതിയിലും ദൂരെ പോകാമായിരുന്നു. അത് സുന്നത്താണ്. പക്ഷെ ഇന്ന് വീടുകളിൽ തയ്യാർ ചെയ്ത കക്കൂസുകളല്ലാതെ പുറത്തൊന്നും വിസർജിക്കാൻ സൗകര്യമില്ലാത്തത് കൊണ്ട് അവിടെ പോകുകന്നെ. അവിടെ പക്ഷെ കാഴ്ച മറിയുന്നു അത്ര. പക്ഷെ എന്ത് പറയില്ല, കേൾവി മറക്കാൻ കഴിയില്ല. ആ വസ്തുത്വത്തിന് മറയാ എന്നാൽ കാഴ്ച മറയുകയും കേൾവി മറയുകയും ചെയ്യുന്ന നിലക്ക് മറയൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ വല്ലായഖദിയ ഹാജത്തഹു, മലമൂത്ര വിസർജനം നിർവഹിക്കാതിരിക്കലും സുന്നത്താണ്. ഫീ മാഇൻ മുബാഹിൻ റാകിദിൻ, കെട്ടി നിൽക്കുന്നതായ മുബാഹായ വെള്ളത്തിൽ എന്ന് പറഞ്ഞാലേതാ, ഒരാൾക്കും ഉടമയില്ലാത്ത പൊതുസ്ഥലം, അതല്ലെങ്കിൽ ഇവന്റെ സ്വന്തം ഉടമയിലുള്ള സ്ഥലം. ഇതാണിപ്പോ മുബാഹ്. ഇവന്റെ സ്വന്തം ഉടമയിലുള്ള എന്താണ് മുബാഹായ വെള്ളമാണ്. അങ്ങനത്തെ തന്നെയും മൂത്രിക്കാതിരിക്കലും കാഷ്ടിക്കാതിരിക്കലും സുന്നത്ത. കെട്ടിക്കുന്നതാണെങ്കിൽ കുളം പോലത്തെ കിണർ പോലത്തെ ഒക്കെ ആണെങ്കിൽ. അതല്ലെങ്കിൽ പൊതു കുളമാണ്, പൊതു കിണറാണ്, ഒരാളുടെ ഉടമയിലുള്ളതല്ല, പബ്ലിക്കാണ്. അതിനും മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കൽ സുന്നത്താണ്. എപ്പോ മാലം യസ്തബിഹിർ, അത് വലിയ സമുദ്ര തുല്യമാകാത്തോടത്തോളം. വലിയ അമ്പലക്കുളം പോലത്തെ കുളമാണ്. ഈ ഭാഗത്ത് മുങ്ങിക്കുളിച്ചാൽ അതിന്റെ ഓളം അങ്ങേ തലക്കൽ മുട്ടൂല, അത്രയും വിശാലമായ കുളമാണ്. അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ. അതേ സമയത്ത് മറ്റൊരാളുടെ അഴിഞ്ഞ് പറയുന്നുണ്ട്, ഒരാളുടെ ഉടമയിലുള്ള സ്ഥലത്താണെങ്കിലോ കെട്ടി നിൽക്കുന്നതിലാണെങ്കിൽ ഹറാമ് വരും. അത് ഇനി വേറെ പറയും. മുതഹദ്ദിൻ, ഹലാലായ സംസാരത്തിനു വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലത്ത് അവിടെയും മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കൽ സുന്നത്താണ്, അഥവാ ചെയ്യൽ കറാഹത്താണ്. എങ്ങനത്തെ മുതഹദ്ദിസ്? ഗൈറു മംലൂക്കിൻ ലിഅഹദിൻ, ഒരാൾക്കും ഉടമയില്ലാത്ത പൊതുസ്ഥലമാണ്.
ആ പൊതുസ്ഥലത്ത് ഹലാലായ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് ആൾ ഒരുമിച്ച് കൂടും. അവിടെ മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കും. അതേ സമയത്ത് അസാദും പിത്തിനും പറയാനായിട്ടാണ് അവിടെ ആൾ കൂടുതൽ. എന്നാ അവിടെ പോയി തൂറൽ സുന്നത്താകാം. അങ്ങനെ പറയുന്നത് അൺപാർലമെന്റേറിയൻ അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അവിടൊക്കെ അങ്ങനെ തന്നെ പറയണം. മനസ്സിലായേ? അങ്ങനത്തെ ഉദാഹരണം ചീട്ടടിക്കാൻ കുത്തിരിക്കുന്ന ചില സ്ഥലമുണ്ട്. വയനാട്ടിലൊക്കെ കാപ്പിത്തോട്ടത്തിന്റെ ചില സൈഡിൽ നല്ല പാറക്കൂട്ടങ്ങൾ ഉണ്ടാവും. ആ പാറക്കൂട്ടങ്ങളുടെ അടുത്തുള്ള ആളുകൾ ഇങ്ങനെ ചീട്ടടിക്കാൻ കുത്തിരിക്കും. എന്നാ അവിടെ തന്നെ പോയിട്ട് കാഷ്ടിക്കൽ സുന്നത്ത. കാരണം എന്താ? എന്നിട്ടെങ്കിലും ഈ അംക്കുകൾ ഈ ഹറാം അവിടെ ചെയ്യാതിരിക്കട്ടെ എന്നുള്ളത്. അപ്പൊ അതാ മുത്തഹദ്ദസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹലാലായ സംസാരങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടുന്ന സ്ഥലം അത് തന്നെ ഒരാളുടെ ഉടമയിലുള്ളതല്ലാത്ത, ഒരാളുടെ ഉടമയിലുള്ളതാണെങ്കിൽ അയാൾക്ക് സമ്മതമില്ലാതെ ഏതായാലും പാടില്ല. അത് വേറെ വിഷയം. അതുപോലെ തന്നെ ത്വരീഖിൻ, ജനങ്ങൾ നടന്നു പോകുന്ന പൊതുവഴികളിൽ മലം വിസർജനം ചെയ്യൽ ഹറാമാന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. പക്ഷെ അവിടെ കറാഹത്ത് അശദ്ധാണ് എന്നേ ഉള്ളൂ. ഹറാമാന്നുള്ളത് മുഅ്തമദല്ല. ഉടമയില്ലാത്ത പൊതുസ്ഥലത്തിട്ടോ ഉടമ്പുള്ളവർക്ക് അതൊക്കെ ആ ഉടമയുടെ അനുവാദം ഇല്ലാതെയാണെങ്കിൽ ഹറാമാണ്. അതാണ് തീല. ഇവിടെ വഴിന്റെ അവിടെ പറയാം. ഒരു കൗല് പറയപ്പെട്ടിട്ടുണ്ട്, യഹ്റുമു താവൂത്ത് ഫീഹ, ത്വരീഖ്, വഴിയിൽ മലവിസർജനം ചെയ്യൽ ഹറാമ് തന്നെ എന്ന്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തഖുൽ ആനൈൻ, ജനങ്ങളുടെ ശാപത്തിന് കാരണമാവുന്ന രണ്ട് കാര്യം നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഏതാണെന്ന് സ്വഹാബാ കിറാമോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയിൽ മല വിസർജനം ചെയ്യലും മൂത്രവിസർജനം ചെയ്യലും. അപ്പൊ അത് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് ഹറാമാണെന്ന് പോലും കൗലുണ്ട്. പക്ഷേ അശദ്ധായ കറാഹത്താണെന്നതാണ് മുഅ്തമദ്. സംഗതി കറാഹത്ത് തന്നെയാണ്. ഓർമ്മയില്ലാത്തവർക്ക് നിന്ന് പ്രത്യേകം മനസ്സിലാക്കണം. അതുപോലെ തന്നെ താറ്റ മുസ്മിരിൻ, പഴം കായ്ക്കുന്ന മരച്ചുവട്ടിലും, ഇപ്പോൾ പഴം ഉള്ളതാണെങ്കിലും വേണ്ടിയില്ല, പഴം കായ്ക്കുന്നതായാലും വേണ്ടിയില്ല. എവിടെ ബിമിൽക്കിഹി, അവന്റെ ഉടമയിലുള്ള, സ്വന്തം ഉടമയിലുള്ള ഒരു മാവ് നിറച്ച് മാങ്ങ ഉണ്ടാണ്, മാങ്ങ അല്ലെങ്കിൽ ഒരു അടക്കപ്പായത്തിന്റെ മരം, പേരക്കല്ലേ, ആ പേരവൃക്ഷം അതിന് ചോട്ടില് ഇങ്ങനെയുള്ള പഴങ്ങൾ താഴെ വീഴാൻ സാധ്യതയുള്ള പഴം കായ്ക്കുന്ന മരച്ചുവട്ടിൽ സ്വന്തം ഉടമയിലുള്ള സ്ഥലത്താണെങ്കിൽ കറാത്തുണ്ട്. കാരണം ഈ വസ്തു, ഈ പഴം താഴെ വീണ് ഈ നജസിൽ കലരാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് ഒഴിവാക്കുക, സ്വന്തം ഉടമയിലാണെങ്കിൽ. അതല്ലെങ്കിൽ ഔ മംലൂക്കിൻ, വേറൊരാളുടെ ഉടമയിലുള്ളത് തന്നെയാണ്. പക്ഷേ അരിമ ഇവൻ അറിയാൻ ഇളാ മാരിക്ക്, ഇവനവിടെ മൂത്രയിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇവൻ കാഴ്ത്തിക്കുന്നത് കൊണ്ട് അതിന്റെ ഉടമക്കാരന് പൊരുത്തുണ്ട്. ഉടമക്കാരന് പൊരുത്തുണ്ട് എന്ന് അറിഞ്ഞാൽ പോലും കറാത്താണ്, സ്വന്തത്തിലാണെങ്കിലും കറാത്താണ്. ഇല്ല അങ്ങനെ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ സ്വന്തമല്ല, അന്യന്റേതാണ്, അയാൾക്ക് തൃപ്തിയുണ്ട് എന്ന് ഇവൻ അറിയില്ല എങ്കിൽ ഹറമാ, പഴം കഴിക്കുന്ന മരത്തിന്റെ ചുവട്ടിൽ ഹറാമ് തന്നെ. അത് മാത്രല്ല, അതിപ്പം വഴിയാണെങ്കിലും മറ്റൊരാളുടെ ഉടമയിലുള്ള സ്ഥലത്താണെങ്കിൽ അത് ഹറാം തന്നെയാണ്. കാരണം എന്താ? അന്യൊരാളുടെ മിൽക്കിൽ കയ്യേറുമ്പോൾ അയാളുടെ സമ്മതം പൊരുത്തുണ്ടാവും. അതല്ലെങ്കിൽ അയാളുടെ വ്യക്തമായ സമ്മതം വേണം, അല്ലെങ്കിൽ പൊരുത്തുണ്ട് എന്ന് ഇവനെ അറിയണം. അല്ലാതെ വന്നാൽ അത് ഹറാം തന്നെയാണ്. ഇനി ഇവിടെ നല്ലോ മനസ്സിലാക്കിക്കൂടെ, വലാ യസ്തഖ്ബിലു ഐനൽ ഖിബ്ലത്തി, ഖിബ്ലയിലേക്ക്, നേരെ ഖിബ്ലയിലേക്ക് മുന്നിട്ട് വിസർജനം നടത്താൻ പാടില്ല. വലാ യസ്തദ്ബിറഹ, ഖിബ്ലക്ക് പിന്നിടാനും പാടില്ല. എവിടെ അതാ മനസ്സിലായിരുന്നു. കക്കൂസിലല്ല പറയുന്നത്, കക്കൂസിലല്ല, മറയുള്ള സ്ഥലത്ത് വിസർജനത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട സ്ഥലമല്ലെങ്കിൽ ഖിബ്ലക്ക് മുന്നിട്ടും പിന്നിട്ടും വിസർജനം ചെയ്യൽ കറാഹത്താണ്, മറ ഉണ്ടെങ്കിൽ. നല്ല മനസ്സിലാക്കാനുണ്ട് സ്ഥലമാണ് അവിടെ. അതായത് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടി മൂത്രപ്പരയായോ കക്കൂസായോ നിർണയിക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ മറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഹറാമില്ല. മലമൂത്ര വിസർജനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട കക്കൂസ് അല്ല, എന്നാൽ അവിടെ മറയുണ്ട്, ഒരു മുഴത്തിന് 3/2 ഭാഗത്തിൽ കുറയാത്ത മറയുണ്ട്. ഈ മറയിലേക്ക് ഇവൻ 3 മുഴത്തിൽ അധികം അകലാതെ അടുത്തിട്ടുമുണ്ട്. എന്നാൽ മുന്നിട്ടും പിന്നിട്ടും ചെയ്യൽ കറാഹത്ത. കാരണം അത് കക്കൂസല്ലല്ലോ.
കക്കൂസല്ലാത്ത സ്ഥലമാണ് മറ ഉണ്ട്. മറ ഉള്ളതോടുകൂടി കക്കൂസല്ലാത്ത സ്ഥലത്ത് ഖിബിലക്ക് മുന്നിട്ടും പിന്നിട്ടും ചെയ്യൽ കറാഹത്ത്. ഇനി കക്കൂസാണെങ്കിലോ മുബാഹ്. എന്നാലും ഖിബിലയിലേക്ക് നേരെ അല്ലാതെ ആവൽ നല്ലതാണ്, അഫ്ളലാണ് സാധിക്കുമെങ്കിൽ. പക്ഷെ കറാഹത്ത് വരൂല. കക്കൂസ് ഒരാൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ മൂത്രപ്പര ഉണ്ടാക്കിയപ്പോൾ അത് ഖിബിലക്ക് മുന്നിട്ടോ പിന്നിട്ടോ വരുന്ന രീതിയിലാണെങ്കിൽ അതിൽ മലമൂത്ര വിസർജനം നടത്തൽ കറാഹത്തില്ല, മുബാഹാണ് ഷാഫി മദ്ഹബ്. പക്ഷേ ഹനഫി മദ്ഹബ് അനുസരിച്ച് കക്കൂസാണെങ്കിൽ പോലും കറാഹത്ത് തന്നെയാണ്, മറുണ്ടെങ്കിലും. എന്നാൽ വയഹ്റുമാനി, മുന്നിട്ടും പിന്നിട്ടും ചെയ്യൽ ഹറാമാകും ഫീ ഗൈരിൽ മുഅദ്ദി, വിസർജനത്തിന് വേണ്ടി തയ്യാർ ചെയ്യപ്പെടാത്ത സ്ഥലത്ത് വഹൈസുലാ സത്ര, മറയില്ലാതിരിക്കുകയും കൂടി ചെയ്ത. മനസ്സിലായില്ലേ? കക്കൂസല്ല, അതാണ് തയ്യാറാക്കപ്പെട്ട കാര്യം. കക്കൂസോട്ടല്ല, മറയിട്ടില്ലാണോ. മറയില്ലാതെ കക്കൂസല്ലാത്ത സ്ഥലത്ത് ഖിബിലക്ക് മുന്നിട്ട് വിസർജിക്കലും പിന്നിട്ട് വിസർജിക്കലും രണ്ടും ഹറാമാണ്. അപ്പൊ ഈ മുന്നിട്ട് വിസർജിക്കുക പിന്നിട്ട് വിസർജിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പിന്നെ ഹാഷ വായിച്ചിട്ട് ലാസ്റ്റ് പറഞ്ഞുതരാം. അത് ചില ആളുകൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട്, ചില ആളുകൾക്ക് അതിൽ സംശയം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ? ചിലര് പറയാ മുന്നിട്ട് പിന്നിട്ട് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഖിബിലയുടെ ഭാഗത്തേക്ക് പിന്തിരിഞ്ഞ് കാഷ്ടിക്കുക, ഖിബിലയുടെ ഭാഗത്തേക്ക് മുന്നിട്ടിരുന്ന് മൂത്രിക്കുക. ഇതാണ് ഇപ്പൊ മുന്നിട്ടും പിന്നിട്ടും എന്ന് പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഒരാൾ ഖിബിലയിലേക്ക് നേരെ മുന്നിട്ടിരുന്ന് ഇങ്ങനെ പുറത്തേക്ക് കാഷ്ടിച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഒരാള് ഖിബിലയിലേക്ക് പിന്തിരിഞ്ഞ് ഖിബിലയുടെ എതിർദിശയിലേക്ക് മൂത്രമൊഴിച്ചാൽ അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ചില ക്ലാസ്സുകളിൽ ചില ഉസ്താദന്മാര് തന്നെ പറയുന്നത് ചിലപ്പോൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അത് മാത്രല്ല, മനസ്സിലായില്ലേ? ഖിബിലയുടെ എതിർദിശയിലേക്ക് മൂത്രമൊഴിക്കുക, അപ്പൊ ഇവന്റെ പിൻഭാഗം ഖിബില കൊള്ളയും ഇവൻ മൂത്രമൊഴിക്കുന്ന മുൻഭാഗം ഖിബിലിന്റെ എതിർദിശയിലേക്ക് വേണം. ഇനി അതല്ല, നേരെ മറിച്ച് ഖിബിലയിലേക്ക് മുഖം തിരിഞ്ഞിരുന്ന് ഖിബിലയുടെ എതിർദിശയിലേക്ക് കാഷ്ടിക്കുന്നു. ഇങ്ങനെ വന്നാലും ഈ മറയില്ലാത്ത പ്രത്യേകം തയ്യാറാക്കപ്പെടുത്ത സ്ഥലത്ത് ഹറാമാണ് എന്ന് പറഞ്ഞ നിയമം ബാധകമാണ് എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ട തെർശീഹില് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയും അതാണ് മുഅ്തമദ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകം മനസ്സിലാക്കുന്നത് നല്ലതാണ്. നോക്കി, ഞാനതൊന്ന് വായിച്ചു തരാം. സാധാരണ നമ്മൾ ആഴ്ചയൊന്നും കൂട്ടത്തിൽ വായിക്കില്ല, പക്ഷെ ഇത് ചിലപ്പോൾ നമ്മുടെ ചില പ്രഭാഷകന്മാര് തന്നെ ക്ലാസുകളിൽ പറയുമ്പോൾ ജനങ്ങളിൽ അത് കൺഫ്യൂഷൻ ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ? അത് തന്നെയല്ല, നമ്മുടെ ശ്രോതാക്കളിലും തന്നെ ചില ആളുകൾക്കൊക്കെ ആ സംശയമുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ കീശീരി എന്നെ ഒരിക്കൽ ചോദിച്ചിരുന്നു, ഞാൻ ആ പാഠം എത്തുമ്പോൾ അവിടെ പറയാം എന്ന് അന്നുണർത്തിയതാ. നോക്കിക്കോ. ഫറഉൻ അഷ്കല അലാ കസീരിൻ മിന ത്വലബത്തി, മുതഅല്ലിമീങ്ങളായ പലർക്കും ഇഷ്കാല് വന്നിട്ടുണ്ട്. മാനാ ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക എന്നതിന്റെ അർത്ഥം എന്താണ്? വസ്തിദ്ബാരിഹ, പിന്നിടുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ബിൽ ബൗലി വൽ ഗായിത്തി, മലമൂത്ര വിസർജനം കൊണ്ട്. മലമൂത്ര വിസർജനം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടലും പിന്നിടലും ഹറാമാണ്, മറയില്ലാത്ത തയ്യാറാക്കപ്പെടാത്ത സ്ഥലത്ത് എന്ന് പറയുമ്പോൾ എന്താണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് ചില മുതഅല്ലിമീങ്ങൾക്ക് ഇഷ്കാല് വന്നിട്ടുണ്ട്. ആ കീസീരിനെയൊക്കെ സംശയിച്ചുകൊണ്ട് ഇക്കാരം വെച്ചിട്ടുണ്ട്. ഏതായാലും ആട്ടെ, വല ഇഷ്കാല, ഇവിടെ സംശയിക്കേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ട്? ലിഅന്നൽ മുറാദ ബിസ്തിഖ്ബാലിഹാ ബിഹിമ, മലമൂത്ര വിസർജനം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടുക എന്ന് ഉദ്ദേശിച്ചാൽ ഇസ്തിഖ്ബാലു ശഖ്സി ലഹാ, കേട്ടോ, ഖിബ്ലയിലേക്ക് ഒരു വ്യക്തി മുന്നിട്ടിരിക്കലാണ് ഹാന ഖളാഇൽ ഹാജത്തി, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത്. അതിനാണ് മുന്നിടുക എന്ന് പറയുന്നത്. വബിസ്തിദ്ബാരിഹ, ഖിബ്ലക്ക് പിന്നിടുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ജഅലുഹു, ആ വ്യക്തി ആക്കലാണ്, ലഹ്റഹു, അവന്റെ പിൻഭാഗം, ഇലൈഹ, ഖിബ്ല കൊള്ളേ, ഹാന ഖളാഇൽ ഹാജത്തി, മലമൂത്ര വിസർജനം നടത്തുന്ന സമയത്ത്. മുന്നിടുക എന്ന് പറഞ്ഞാൽ മുന്നിടുക എന്ന് തന്നെ.
പിന്നിടുക എന്ന് പറഞ്ഞാൽ പിന്നിടുക തന്നെ. സിം അലൽ മൻഹജ്, ഇബ്നു ഖാസിം മൻഹജിന്റെ ഹാഷിയിൽ പറഞ്ഞതാണ് പറഞ്ഞത്. ഇനി പറയുന്നു വഖാലൽ ബാജൂരി, ഇമാം ബാജൂരി പറയുന്നു വൽ മുറാദ് ബിസ്തിഖ്ബാലിഹ, ഖിബ്ലക്ക് മുന്നിടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇസ്തിഖ്ബാലു ശഖ്സി, ഒരു മനുഷ്യൻ മുന്നിടലാണ്, ബിവജിഹിഹി, അവന്റെ മുഖം കൊണ്ട്, ലഹ, ഖിബ്ല ഉള്ള മുന്നിടുക. എന്തുകൊണ്ട്? ബിൽ ബൗലി അവിൽ ഗായിത്തി, കേട്ടോ, ബിൽ ബൗലി അവിൽ ഗായിത്തി, രണ്ടായാലും മൂത്രിക്കുകയാണെങ്കിലും കാഷ്ടിക്കുകയാണെങ്കിലും തന്റെ മുഖം കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടുക. എങ്ങനെ അല്ലഹത്തിൽ മഅറൂഫാണ് ഖിബ്ലക്ക് മുന്നിടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തിരിയില്ലേ? ഖിബ്ലക്ക് മുന്നിടാന്ന് പറഞ്ഞാൽ ഇവന്റെ നെഞ്ഞും മുഖവും ഖിബ്ലയുടെ നേരെ ആവുന്ന നിലക്ക് ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കുക, കാഷ്ടിക്കുക. മൂത്രമൊഴിക്കുമ്പോൾ ഖിബ്ലന്റെ നേരെയാണ് മൂത്രം പോവുക, കാഷ്ടിക്കുമ്പോൾ ഖിബ്ലന്റെ നേരെ എതിർദിശയിലാണ് പോവുക മുന്നിട്ടിരിക്കുമ്പോ. വബിസ്തിദ്ബാരിഹി, ഖിബ്ലക്ക് പിന്നിടുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം ജഅലു വഹിരിഹി, അവന്റെ പുറം ഭാഗത്തെ ആക്കലാണ്, ഇലൈഹ, ഖിബ്ല കൊള്ളെ, ബിൽ ബൗലി, മൂത്രിക്കാണെങ്കിലും അവിൽ വായിത്തി കാഷ്ടിക്കാണെങ്കിലും എല്ലാത്തിൽ മഅറൂഫ, സാധാരണ അറിയുള്ളൂ എന്റെ രീതി. അതായത് ഖിബ്ലയുടെ എതിർദശയിലേക്ക് ഇരുന്നു കൊണ്ട് മൂത്രമൊഴിക്കുമ്പോ ഖിബ്ലന്റെ നേരെ ഇങ്ങനെ പുറത്തേക്കാ പോവുക, കാഷ്ടം ഖിബ്ലന്റെ നേർക്ക് ഇങ്ങോട്ടും പോകും. ഇതാണ് പിന്നിടുക എന്ന് പറയുന്നത്. ഈ മുന്നിടുക പിന്നിടുക എന്ന് പറയുന്നത് ഈ പുറപ്പെടുന്ന വസ്തു കൊണ്ട് മുന്നിടുക പിന്നിടുക എന്ന് മാത്രമല്ലാന്ന് അത് അടിവരട്ട് മനസ്സിലാക്കണേ. പുറപ്പെടുന്ന വസ്തു കൊണ്ട് മുന്നിടുക പിന്നിടുക, കാഷ്ടം കൊണ്ട് മുന്നിടുക എന്ന് പറഞ്ഞാൽ പിന്നിട്ടിരിക്കുമ്പോഴേ കാഷ്ടം കൊണ്ട് ഖിബ്ലക്ക് മുന്നിടുകയുള്ളൂ. മൂത്രം കൊണ്ട് മുന്നിടുക എന്ന് അറിയണമെങ്കിൽ മുന്നിട്ടിരിക്കുമ്പോഴേ മൂത്രം കൊണ്ട് മുന്നിടുക, അത് നോട്ടല്ല. പുറപ്പെടുന്ന വസ്തു കൊണ്ട് മുന്നിടുന്നോ പിന്നിടുന്നോ എന്നല്ല, മൂത്രിക്കാനിരിക്കുന്നയോ കാഷ്ടിക്കാനിരിക്കുന്നയോ വ്യക്തി അവന്റെ മുൻഭാഗം കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടുക, അവന്റെ പിൻഭാഗം കൊണ്ട് ഖിബ്ലയിലേക്ക് മുന്നിടുക, ഇതാണ് മുന്നിട്ടും പിന്നിട്ടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന്. അല്ലെ? ഫയഹ്റുമുൽ ഇസ്തിഖ്ബാലു വൽ ഇസ്തിബാറു, മുന്നിട്ടുകൊണ്ടും പിന്നിട്ടുകൊണ്ടും ചെയ്യൽ ഹറാമ് തന്നെ. ബികുല്ലി മിനൽ ബൗലി വൽ ഗായിത്തി, കേട്ടോ, മൂത്രിക്കുമ്പോഴും കാഷ്ടിക്കുമ്പോഴും. ഖിലാഫൻ ലിമൻ ഖസ്സൽ ഇസ്തിഖ്ബാല ബിൽ ബൗലി വൽ ഇസ്തിദ്ബാറ ബിൽ ഗായിത്തി, അവിടെ അടിവരട്ട് മനസ്സിലാക്കിക്കോളി. ഖിലാഫൻ ലിമൻ, ഈ പറയുന്ന ചില ആളുകൾക്ക് എതിരുണ്ട്. എങ്ങനത്തെ ഖസ്സ അവര് പ്രത്യേകമാക്കിയിരിക്കുന്നു, അൽ ഇസ്തിഖ്ബാല ബിൽ ബൗലി, മുന്നിടാൻ പാടില്ല, മൂത്രം ഒഴിക്കാൻ പാടില്ല എന്ന് ഖിബ്ലന്റെ നേരെ മുന്നിട്ടിരിക്കുക എന്നല്ല, മൂത്രം ഖിബ്ലന്റെ നേരെ ആകുമ്പോഴാണ് മുന്നിടുക എന്ന് പറഞ്ഞാൽ അപ്പൊ അവന്റെ മുൻഭാഗത്ത് കാണുന്നുണ്ടോ. പിന്നിടാൻ പാടില്ല, കാഷ്ടിക്കുമ്പോൾ പിന്നിടാൻ പാടില്ല, കാഷ്ടം ഖിബ്ലന്റെ നേരെ വരണമെങ്കിലും പിന്നിട്ടിരിക്കുമ്പോഴല്ലേ ഉള്ളൂ. എന്നാൽ കാലം എന്നിട്ട് ആ ചില ആളുകൾ പറയുകയും ചെയ്തു അതിന്റെ എതിര് ഹറാമില്ല. അതായത് ഒരാള് ഖിബ്ലന്റെ നേരെ മുഖമാക്കി ഇരുന്നിട്ട് കാഷ്ടിക്കുന്നു, കാഷ്ടത്തിന്റെ എതിർദിശ എങ്ങനെ പുറത്തേക്കല്ല പോവുക, അതുകൊണ്ട് കുഴപ്പമില്ല. എങ്കിൽ ഒരാൾ ഖിബ്ലയിലേക്ക് പിൻഭാഗമാക്കിയിട്ട് ഖിബ്ലന്റെ ഇങ്ങേ ഭാഗത്തേക്ക് മൂത്രയിക്കുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. വൽ മുഅ്തമദു അന്നഹു യഹ്റുമു, അവിടെ വരട്ടാള്, വൽ മുഅ്തമദു അന്നഹു യഹ്റുമു, ഹറാമ് തന്നെ. ഇവിടെ ഇവൻ മുന്നിട്ടിരിക്കുക ഇവൻ പിന്നിട്ടിരിക്കുക എന്നല്ല, കാഷ്ടിക്കാണോ മൂത്രിക്കാണോ നോക്കണ്ട, പുറപ്പെടുന്ന വസ്തു ഖിബ്ലയുടെ നേരെയാണോ എതിർദിശയിലാണോ നോക്കണ്ട. ആള് മുന്നിട്ടിരുന്ന് മൂത്രയിക്കാണെങ്കിലും പാടില്ല, കാഷ്ടിക്കാണെങ്കിലും പാടില്ല. ആള് പിന്നിട്ടിരുന്ന് മൂത്രിക്കാണെങ്കിലും വേണ്ടില്ല, കാഷ്ടിക്കാണെങ്കിലും വേണ്ടില്ല. പുറപ്പെടുന്ന വസ്തു ഖിബ്ല കൊള്ളയാണോ എതിർദിശയിലേക്കാണോ എന്ന് നോക്കേണ്ടതില്ല. ഇവൻ ഇരിക്കുന്നത് ഖിബ്ല കൊള്ളയാണെങ്കിൽ മുന്നിട്ട്, ഖിബ്ലന്റെ എതിർദിശയിലാണെങ്കിൽ പിന്നിട്ട്, രണ്ടും ഹറാമാണ്. അതോ വൽ മുഅ്തമദു അന്നഹു യഹ്റുമു ഇൻദഹ. തിരിഞ്ഞല്ലപ്പോ. അപ്പൊ ആ വിശദീകരണം ലൈഫാണ്. ഈ വിശദീകരണം മനസ്സിലായല്ലോ. അപ്പൊ ചില ക്ലാസ്സുകളിലൊക്കെ അങ്ങനെ കേൾക്കാറുണ്ട്. അത് ശ്രോതാക്കളുടെ ശ്രദ്ധയിൽ പെടുക. അപ്പൊ മുന്നിട്ടും പിന്നിട്ടും എന്ന് പറഞ്ഞാൽ മുന്നിട്ടിരുന്നു കൊണ്ട് മൂത്രിക്കാനും പാടില്ല, കാഷ്ടിക്കാനും പാടില്ല, പിന്നിട്ടിരുന്നു കൊണ്ട് മൂത്രിക്കാനും പാടില്ല, കാഷ്ടിക്കാനും പാടില്ല. എവിടെ? പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലമാണെങ്കിൽ മറയില്ലെങ്കിൽ. അപ്പൊ പ്രത്യേകം തയ്യാറാക്കപ്പെട്ട സ്ഥലത്താണെങ്കിൽ മറ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പ്രത്യേകം തയ്യാറാക്കപ്പെടാത്ത സ്ഥലത്താണെങ്കിലും മറയുണ്ടെങ്കിൽ ഹറാമില്ല, കറാഹത്തേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു തെറ്റ് അത് ആശി എന്നെ നേരിട്ട് വായിച്ച് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഫലവുസ്തഖ്ബലഹ, ഒരാൾ ഖിബ്ലക്ക് മുന്നിട്ടിരുന്നു, ബിസ്വദ്രിഹി നെഞ്ഞുകൊണ്ട് മുന്നിട്ടിരുന്നു. പക്ഷേ വഹവല ഫർജഹു അൻഹാ,
ആണുങ്ങൾക്ക് പറ്റും. അവന്റെ ഗുഹ്യസ്ഥാനത്തെ ഖിബിലയിൽ നിന്നിട്ട് തെറ്റിച്ചു. ഇത് പൈപ്പ് കണ്ട് തിരിച്ചു പിടിച്ചു കൂട്ടിക്കോളി. സുമബാല, എന്നിട്ടാണ് മൂത്രമൊഴിച്ചാൽ ലഭ്യമുറാന്നര ഹറാമില്ല. ഖിബിലക്ക് കൊണ്ടിട്ട് മൂത്രമൊഴിക്കൽ ഹറാം എന്ന് പറഞ്ഞാൽ ആ ഹറാമ് വരൂല. കാരണം ഇരുന്നത് ഖിബിലയിലേക്ക് നേരെയാണെങ്കിലും മൂത്രമൊഴിക്കുമ്പോൾ പൈപ്പ് ഇങ്ങനെ പുറത്തേക്ക് തിരിച്ചു പിടിച്ചതുകൊണ്ട് മൂത്രമൊഴിക്കുന്നത് എവിടേക്കല്ല, ഖിബില കൊള്ളയല്ല. അതുകൊണ്ട് ഹറാമ് ഇല്ല. ലമ്യതുറാന ഒരു കുഴപ്പമില്ല എന്നർത്ഥം വെക്കുന്ന ഹറാമ് എന്ന് പറയുന്ന കുഴപ്പം വരൂല. ബിഖിലാഫി അക്സിഹി, അതിന്റെ വിപരീതത്തിനെതിരെ എന്ന് പറഞ്ഞാൽ ഒരാള് നേരെ ഖിബിലന്റെ നേർക്കല്ല ഇരുന്നത്. ഉദാഹരണം വടക്കോട്ടോ തെക്കോട്ടോ തിരിഞ്ഞിരുന്നു. പക്ഷേ ഇവൻ എന്താക്കി, സാധനം പിടിച്ച് ഖിബിലന്റെ നേരെ തിരിച്ചിട്ട് മൂത്രമൊഴിച്ചു. ഇപ്പോ ഇരിക്കുന്ന ഖിബിലന്റെ നേർക്കല്ല, മൂത്രമൊഴിക്കുന്ന ഖിബിലന്റെ നേർക്ക്, അത് ഹറാമാണ്. ഓക്കെ. ഇനി വലായസ്താക്ക സുന്നത്താണ്, അല്ലായസ്താക്കാന്നർത്ഥം. മിസ്വാക്ക് ചെയ്യാതിരിക്കുക. മൂത്രമൊഴിക്കുന്ന സമയത്ത് മിസ്വാക്ക് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് എന്താ കാരണോ? കാരണം ഒലിയാൻ പലരും ചെയ്യുന്ന ഒരു അബദ്ധാണത്. സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് മൂത്രമൊഴിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല്ല് വെച്ചുകൊണ്ടിരിക്കുക. ലി അന്നഹു യൂരിസു നിസ്യാൻ, അത് നമ്മുടെ മെമ്മറി പവറിന് കേടുവരുത്തും, ഓർമ്മശക്തി ക്ഷയിക്കാൻ അത് കാരണമാവും. ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ സഹലുൽ ബാബിൽ അക്കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. മലമൂത്ര വിസർജനം നടക്കുന്ന സമയത്ത് പല്ല് തേച്ചാൽ അത് പാടില്ലെന്ന് മാത്രമല്ല, അതുകൊണ്ട് അതിന്റെ സൈഡ് എഫക്ട് എന്ന നിലക്ക് ഇവന്റെ ഓർമ്മശക്തിയെ അത് ഗുരുതരമായി പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല ആ വീടി വലിക്ക, അത് ശൈത്താന്റെ മൂത്രത്തിൽ നിന്നുണ്ടായതാണെന്നാണല്ലോ തയോസ്താദൊക്കെ പാടിയത്. ഇബ്ലീസിന്റെ മൂത്രത്തിൽ നിന്നാണ് ഈ പുകല മുളച്ചുണ്ടായതെന്നും, അതുകൊണ്ട് വീടി ഇബ്ലീസിന്റെ വീടാവുന്ന കക്കൂസിന്റെ ഉള്ളിൽ വീടി വലിച്ചാൽ നല്ല തീർപ്പിരിയാവും ഇബ്ലീസിന്. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്കും റസൂലിനും അത് ഇഷ്ടമുണ്ടാവൂല. പിന്നെ വലാ യബ്സുഖ ഫീ ബൗലിഹി, മൂത്രത്തിൽ തുപ്പാതിരിക്കലും സുന്നത്ത് തന്നെയാണ്. ഇതുകൊണ്ട് അതുകൊണ്ട് പല ആപത്തുകളും വന്നേക്കാം എന്ന് കമാനഖദഹുൽ അദറായി. ഇമാം അദറായി പറയുന്നു, മൂത്രത്തിൽ തുപ്പുന്നത് കാരണം പല ഭവിഷ്യത്തുകളും വരും. വനഖല ഗൈറു അൻ ഹകീം തുർമദി അന്നഹു യതവല്ലദു മിനൽ വസ്വാസ് രോഗം ഉണ്ടാകാൻ അത് കാരണമാകും. വസുഫറത്തുൽ അസ്നാൻ, പല്ലിന് മഞ്ഞ നിറം ബാധിക്കാൻ അത് കാരണമാകും. എന്നാല് കാർക്കിച്ചാലോ, ചില ആളുകൾക്ക് അതൊരു പ്രത്യേകത, തുപ്പലല്ല, ഈ മലമൂത്ര വിസർജന സമയത്ത് ഇങ്ങനെ കാർക്കിക്കുക. ഈ കാർക്കിക്കുന്നത് പല കഠിനമായ രോഗങ്ങളും വന്നു ചേരാൻ അത് ഇടവരുത്തും. എന്തോ കരൾ സംബന്ധമായ രോഗത്തിന് വരെ അത് കാരണമാക്കിയേക്കും എന്ന് ആട്ടെ ചുരുക്കം. വഅയ്യഖൂല ഇൻദ ദുഖൂലിഹി, വിസർജന സ്ഥലത്ത് പ്രവേശിക്കുന്ന സമയത്ത് പറയലും സുന്നത്താണ്. എന്ത് പറയാ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറയാ. പക്ഷേ അദ്കാറിലൊക്കെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുണ്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. അപ്പൊ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് കൂട്ടിക്കൊടുക്കുക. പക്ഷെ അവിടെ തന്നെ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അർ റഹ്മാനിർ റഹീം എന്ന് കൂട്ടൽ പ്രത്യേകം സുന്നത്തില്ല. വലാ യസീദു അർ റഹ്മാനിർ റഹീം. തുഹ്ഫയിൽ ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറയാ ബിസ്മില്ലാ എന്നല്ലാതെ റഹ്മാനിർ റഹീം എന്ന് കൂട്ടേണ്ടതില്ല എന്ന്. ശരിയല്ലേ? അപ്പൊ ദിക്ർ എന്ന നിലക്ക് ബിസ്മി ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസി എന്ന് ചൊല്ലുക. കാരണം എന്താ? ഖുബുസ് എന്നതുകൊണ്ട് നമ്മളെ സ്വലാസുൽ നബി പറയുന്നത് പോലെ എന്തല്ല, ബാക്ടീരിയ അല്ല, മറിച്ച് രോഗാണുക്കളല്ല, മറിച്ച് വൽ മുറാദു ബിൽ അവലി, ഖുബുസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുഖ്റാനു ശയാത്തീൻ, പുരുഷന്മാരാവുന്ന പിശാചുക്കള്. ഒബിസാനി ഖബായിസ് എന്നതുകൊണ്ട് ഇനാസുഹും, സ്ത്രീകളാവുന്ന പിശാചുക്കള്. കാരണം പിശാചിന്റെ ആവാസ കേന്ദ്രമാണ്, അവരുടെ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാവും. അങ്ങനെ ധാർമ്മികമായും ആരോഗ്യപരമായും പല അപകടങ്ങളും വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അള്ളാഹുവിനോട് കാവല് തേടി അവന്റെ ഇസ്മുച്ചരിച്ചുകൊണ്ട് കടക്കണം. അത് സുന്നത്താ. വൽ ഖുറൂജി, പുറപ്പെടുന്ന സമയത്ത് ചെല്ലൽ സുന്നത്താണ്. ഉഫ്രാനക്ക,
ഗുഫ്റാനക ഗുഫ്റാനക 3 പ്രാവശ്യം ആവർത്തിച്ച് പറയൽ സുന്നത്താണ്. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. ഗുഫ്റാനക എന്തിനാ അവിടെ? നിന്റെയോട് ഞാൻ ഒരു പൊറുക്കലിന് ചോദിക്കൽ പൊറുക്കലിന് തന്നു. ഇഗ്ഫിർലി ഗുഫ്റാനക അല്ലെങ്കിൽ അത്ലുബു ഗുഫ്റാനക എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹുവേ, നീ എനിക്കൊരു മാപ്പാക്കണമേ, ഒരു പൊറുക്കൽ തരണമേ, അല്ലെങ്കിൽ നിന്നോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു അല്ലാഹുവേ എന്ന്. അപ്പൊ ഒരു ഇഷ്കാല്, മൂത്രയിച്ചപ്പോ വലിയ വൻദോഷ, എന്തിനാ അവിടെ ഒരു പൊറുക്കലിനെ തേടല്? മൂത്രമൊഴിക്കുമ്പോ എന്തിനാ പൊറുക്കലിനെ തേടുന്നു? മൂത്രമൊഴിക്കൽ ഇപ്പൊ തെറ്റാ, അത് മനുഷ്യർ കൂടാതെ കഴിയാത്ത കാര്യല്ലേ? കാഷ്ടിക്കുക എന്നതിപ്പോ ഒരു തെറ്റാ, പിന്നെന്തിനാ ഗുഫ്റാനക പറയുന്നത്? എടോ, തെറ്റ് ചെയ്താൽ മാത്രല്ല ഗുഫ്റാനക പറയേണ്ടത്, ഇസ്തിഗ്ഫാർ ചൊല്ലേണ്ടത്. ദോഷത്തെ തൊട്ട് മഅസൂമായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കേട്ടിട്ടില്ലേ? ഇന്നി അസ്തഗ്ഫിറു ഫിൽ യൗമി 70 മറ വഫീ റിവായത്തിൻ 100 മറ. ഒരു ദിവസം ഞാൻ അല്ലാഹുവിനോട് 70 പ്രാവശ്യം, ഒരു റിവായത്തനുസരിച്ച് 100 പ്രാവശ്യം പൊറുക്കലിനെ തേടുന്നുണ്ട്. ദോഷം തന്നെ വരാത്ത മഅസൂമായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് ദോഷം പൊറുക്കാനാ? വഹാബി മൗലവി അങ്ങനെ തെറ്റിദ്ധരിച്ച്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്റിനെ തൊട്ട് തടയപ്പെടുക അല്ലെങ്കിൽ ദിക്റിനെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ആത്മീയമായ പുരോഗതിക്ക് വിഘാതമാണ്. അപ്പൊ അതിന് തടസ്സമാവുന്ന സമയത്ത് എനിക്ക് വന്നതായ ആത്മീയമായ ചൈതന്യക്കുറവിൽ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു, അഥവാ എനിക്ക് നഷ്ടപ്പെടാതെ ആത്മീയ ചൈതന്യം നീ നൽകണമേ എന്ന ആശയം. ദോഷം പൊറുക്കണം എന്ന അർത്ഥത്തിനല്ല. മറ്റൊന്നാവാം, നമ്മളെങ്ങോട്ട് കടിക്കാത്ത ഏതും വെട്ടി വിഴുങ്ങി കീപ്പോട്ട് അങ്ങോട്ട് വിട്ട് അവിടെ എത്തിയിട്ട് എന്താ നടക്കുന്നത് നമുക്കറിയുന്നില്ല. അത് രണ്ടാമത് പാകപ്പെടുത്തി ദഹിപ്പിച്ചു, അതിനെ വാറ്റിയെടുത്ത് അതിൽ നിന്നിട്ട് ശരീരത്തിന്റെ മാംസത്തിനും മജ്ജയ്ക്കും എല്ലിനും വേണ്ട, കണ്ണിനും എല്ലാത്തിനും വേണ്ട ഊർജങ്ങളൊക്കെ അതിൽ നിന്നിട്ട് ശേഖരിച്ച് അത് ശരീരത്തിൽ സപ്ലൈ ചെയ്ത് അതിൽ നിന്നിട്ട് പുറത്തു പോകേണ്ടത് മൂത്രമായും വിയർപ്പായും മലമായും പുറത്തു കളഞ്ഞ് എന്ത് നല്ലൊരു സംവിധാനം, എത്ര വലിയൊരു നിഅമത്ത് പടച്ചോനെ. ഈ നിഅമത്തിന് ശുക്ർ ചെയ്യാൻ സാധുവായ ഞാൻ ഒരുപാട് വീഴ്ച വരുത്തിപ്പോയി. നീ ചെയ്തു തന്ന എത്ര വലിയൊരു നിഅമത്താണിത്. ഈ ഭക്ഷണം അല്ലെങ്കിൽ ഈ പാനീയം ഞാൻ കീപ്പോട്ട് ഇറക്കിയിട്ട് ഇത്രയും ഭംഗിയായി അതിനെ ഉപയോഗപ്പെടുത്തി ആവശ്യമുള്ളതൊക്കെ എനിക്ക് വലിച്ചെടുത്ത് ഉപയോഗപ്പെടുത്തി ബാക്കിയുള്ളത് പുറത്തു തള്ളിത്തരിക എന്ന് പറയുന്ന നിഅമത്ത് വേണ്ടതുപോലെ മനസ്സിലാക്കി ശുക്ർ ചെയ്യാൻ എന്റെ അടുക്കൽ പറ്റിയിട്ടില്ല അല്ലാ. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണമേ റബ്ബേ. അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ. എനിക്ക് വിഷമകരമാവുന്ന ശരീരത്തിന് ഉപയോഗശൂന്യമായ വസ്തുക്കളെയെല്ലാം പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. വഅഫാനി, ആവശ്യമുള്ളതൊക്കെ നിലനിർത്തി എനിക്ക് നീ സുഖവും ശരീരത്തിന് ആഫിയത്തും നൽകിയ അല്ലാഹുവേ, നിനക്ക് ഞാൻ സ്തുതിക്കുന്നു. നിന്റെ എത്ര വലിയ നിഅമത്തിന് അറിവില്ലാത്ത സാധുവായ എന്റെ അടുക്കൽ ശുക്രിൽ വന്ന പോരായ്മകളുണ്ടെങ്കിൽ നീ എനിക്കത് പുറത്തു തരണമേ എന്ന് പറയണം. അപ്പോ ആ സമയത്തും കൂടിയാണ് ദിക്ർ ചൊല്ലിക്കൂടാ, ചെല്ലാൻ പാടില്ല നിങ്ങൾ പറഞ്ഞിട്ടല്ല മൗലിയാരെ? അത് പറഞ്ഞിട്ടേ ഇല്ല. ഉദാഹരണം പറയാ, ഹൈറുള്ള പെണ്ണ് റമദാൻ മാസത്തിൽ നോമ്പ് വെക്കാൻ പാടില്ല, ഹറാമാ ഹൈറുള്ള പെണ്ണ്. പിന്നെ അത് ഖളാ വീട്ടും വേണം. എന്നാൽ അതുകൊണ്ട് വല്ല കുറ്റമൊക്കെയുണ്ടോ? ഇല്ല. ഈ അല്ലാഹു തആല വിരോധിച്ചത് കൊണ്ട് നോമ്പ് നോൽക്കാത്തതിന് യാതൊരു കുറ്റമില്ല. എന്നാ രണ്ടാമത് ആ നോമ്പ് നോച്ചു വീട്ടുന്നു, എന്നാ പിന്നെ ഒഴിവാക്കാൻ അള്ളാഹ് പറഞ്ഞിട്ടല്ലേ, നോൽക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ എന്ന് പറയേണ്ട ആവശ്യമില്ല. അതിന് അല്ലാഹു തആല പ്രതിഫലം തുല്യമായി തന്നെ കൊടുക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചു എന്നതുകൊണ്ടിട്ട് അത് ചെയ്യേണ്ടെന്ന് അതിന് അർത്ഥമില്ല. അപ്പോ ദിക്ർ ചെല്ലാൻ പറ്റാത്തത് കൊണ്ടാണ് ചെല്ലാത്തത് എന്നതുകൊണ്ട് പോയെങ്കിൽ പോലും ആത്മീയമായ വളർച്ചയ്ക്ക് അത് വിഘാതമാണ്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. അതല്ലെങ്കിൽ തനിക്ക് ചെയ്തെന്ന നിഅമത്തിന് അറിഞ്ഞ് ശുക്ർ ചെയ്യാൻ കഴിവില്ലാത്തത് കൊണ്ടോ അറിവില്ലാത്തത് കൊണ്ടോ എന്ന വീഴ്ച പരിഹരിക്കാൻ വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു. വബഅദൽ ഇസ്തിൻജായി, മനോരം ചെയ്തതിന് ശേഷം ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി, എല്ലാവിധ നിഫാഖിൽ നിന്നും. നിഫാഖ് രണ്ട് ജാതിയുണ്ട്. ഒന്ന് വിശ്വാസത്തിലുള്ള നിഫാഖ്, മറ്റൊന്ന് കർമ്മത്തിലുള്ള നിഫാഖ്. രണ്ട് നിഫാഖ് കാപട്യത്തിൽ നിന്നിട്ട് നീ എന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കി തരണമേ. വഹസ്സുൻ ഫർജി മിനൽ ഫവാഹിഷി,
അള്ളാഹുക്കും റസൂലിനും പൊരുത്തമില്ലാത്ത എല്ലാ നീച കൃത്യങ്ങളിൽ നിന്നിട്ടും എന്റെ ഗൃഹസ്ഥാനത്തെ നീ സുരക്ഷിതമാക്കി തരണമേ എന്ന് ദുആ ചെയ്യലും സുന്നത്താണ്. ഇനി സമയം കിട്ടുന്നില്ല. ഖാലൽ ബഗവിയു, മഹാനായ ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, ലൗ ശക്ക, ഒരാൾക്ക് ഒരു ഇഷ്കാല്, ചില ആളുകൾക്ക് എപ്പോഴും ഇഷ്കാലാണല്ലോ. ഇഷ്കാല് എന്താ? ഇഷ്കാല് ബഅദൽ ഇസ്തിൻജായി, മലമൂത്ര വിസർജനം ചെയ്തു മനേരിച്ചതിന് ശേഷം ഉദു എടുത്ത് പള്ളിക്ക് കയറിപ്പോ ഇയാൾക്കൊരു ഇഷ്കാല്, ഹൽ വസല ദക്കറഹു, അല്ല ഞാൻ ഇപ്പൊ കക്കൂസ് പോയിട്ട് പിന്ദ്വാരം കഴുകിയെന്നുള്ള ഉറപ്പാ, ആ സമയത്ത് മുൻദ്വാരം കഴുകിയിരുന്നോ? ഇത് കാരണം നീണ്ടു കിടക്കുന്ന കോലല്ലേ, അപ്പൊ അതിന്റെ തലക്കൽ വെള്ളം എത്തിയിട്ടുണ്ടാവോ എന്നൊരു ഇഷ്കാല്. അയിന് നടന്നാ പിന്നെ ഓൻ അയിനെ സമയം കിട്ടുള്ളൂ. അതുകൊണ്ട് ലം തൽസംഹു ഇആദതുഹു, അതിഞ്ഞ് മടക്കേണ്ടതില്ല. ഇപ്പൊ ഇവിടത്തെ പുതിയതല്ല, എല്ലായിടത്തും അങ്ങനെ തന്നെ. ഒരാൾ ഉദു എടുത്തൊക്കെ കഴിഞ്ഞ് പള്ളിക്കലെത്തി തയ്യത്ത് സ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഇവന് ഇഷ്കാല്, അല്ല ഞാനിപ്പോ എന്റെ വലത്തെ കൈ കഴുകിയിരുന്നു, പള്ളി വലിയ അതിനിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞില്ലേ. ഒരു ഇബാദത്ത് കഴിഞ്ഞതിന് ശേഷം അതിനെ പറ്റി, അതിലുള്ള ഏതെങ്കിലും ഒരു റുക്കിനെ പറ്റി സംശയം വന്നാൽ ആ സംശയത്തിന് ഫലമില്ല എന്ന് പറഞ്ഞു. എന്നതിലൂരിയ മനേച്ചു നോനുറപ്പാ, പിന്ദ്വാരം കഴിയണമെന്ന് ഉറപ്പാ, മുൻദ്വാരം കഴിയോ എന്നൊരു സംശയം, അത് സാരാക്കേണ്ടതില്ല. അങ്ങനെ സംശയത്തിന് നിന്നാൽ പിന്നെ അവൻ വസ്വാസ രോഗിയായി മാറും. ലം തൽസമു ഇആദതുഹു. ഇപ്പൊ 2 ഷർത്ത് കഴിഞ്ഞു. നിസ്കാരത്തിന്റെ ചെറുതും വലുതുമായ ശുദ്ധിയാവുക എന്ന് പറഞ്ഞതും, ഇനി വലിയ ശുദ്ധിയാകുക എന്ന് പറഞ്ഞാൽ 1ാമത്തെ ഷർത്തും, ദേഹം, വസ്ത്രം, സ്ഥലം എന്നിവ നജസിൽ നിന്ന് ശുദ്ധിയാകുക എന്ന 2ാമത്തെ ഷർത്തും കഴിഞ്ഞു. ഇനി നമുക്ക് 3ാമത്തെ ഷർത്ത് ഔറത്ത് മറക്കുന്നതിനെ സംബന്ധിച്ചാണ്. ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഓതാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇന്നിപ്പോ എല്ലാവരും കാര്യമായിട്ട് നമ്മളെ ചർച്ചയ്ക്ക് ഒരുങ്ങി കുത്തിരിക്കുകയാണ് ആൾക്കാര്. അതായത് ഇന്ന് നടന്ന ആ സാലിബ കുഞ്ഞിയുമായിട്ട് നടന്ന, അല്ലല്ലോ SK ആയിട്ട് നടന്ന, രണ്ടൊരർത്ഥത്തിന് തന്നെ പണ്ട് നേരത്തെ നമ്മളെ ഇഷ്കുമദീന പറഞ്ഞ് സാലിബ കുല്ലി എന്നുള്ളതിനെ ചുരുക്കി പറയുമ്പോ SK എന്ന് പറയാം. അപ്പൊ ആ ചർച്ച, നീണ്ട ചർച്ച ഉണ്ട്. ഇന്നത്തെ ആദർശ ചർച്ചയുടെ സമയം മുഴുവനും അതിനാണ്. തന്നെയല്ല, നമ്മളെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ നേരത്തെ നടന്ന റെക്കോർഡ് പ്ലേ ചെയ്യിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അത് സംബന്ധിച്ച് സംശയമുള്ളവർക്ക് ചോദിക്കാനും വിശദീകരണം പറയാനും മഹാന്മാരായ നമ്മുടെ ഉസ്താദന്മാര് ആശയ സംവാദ സമയത്തുള്ള ചർച്ചകളിൽ ഇന്നത് മുഴങ്ങിക്കേൾക്കും, ശക്തമായിരിക്കും. എല്ലാവരും അതിൽ സജ്ജരായിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ മൈക്ക് വിട്ടു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.